പവിത്രം സീരിയലിന്റെ തരുൺ ഓഫീസിൽ നിന്ന് വരെ കേട്ടോ. ഗൗരി പുറത്തന്നെ നിൽപ്പണ്ടേ. എന്താ എന്റെ ഗൗരി കിട്ടി എന്ന് പറഞ്ഞ് എടുത്തിട്ട് അകത്തേക്ക് പോവാണേ. ഈ സമയം വേദയും അങ്ങോട്ട് നീ നേരത്തെ വന്നല്ലേ, മോള് നേരത്തെ വരും എന്ന് പറഞ്ഞ് ഗൗരി മോള് കാത്തിരിക്കായിരുന്നു. വേദ ആകെ ഒരു വിഷമത്തിലിരിക്കുമ്പോ അമ്മയ്ക്ക് എന്തു പറ്റി? വേദ പറയും, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ അമ്മേ? എനിക്കിപ്പോ ഗൗരിയോട് സംസാരിക്കുമ്പോ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നു. എന്താ മോളെ? വേദ പറയും, അവളോട് സത്യങ്ങളെല്ലാം മറച്ചു വെച്ച് ഞാൻ അവളെ പറ്റിക്കാണോ എന്നൊരു തോന്നല്. കുറെ കാലം കഴിഞ്ഞ് എല്ലാം അറിയുമ്പോ അവളുടെ അമ്മ ഒരു മോശ സ്ത്രീ ആയിരുന്നു വിചാരിക്കും അവള്. അമ്മ പറയും, എന്താ മോളെ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? വേദ പറയും, അവളുടെ സ്വന്തം അച്ഛനെ മറച്ചു വെച്ച് മറ്റൊരാളുടെ അച്ഛനാണെന്ന് ചൂണ്ടിക്കാണിച്ച് വളർത്തിയെന്ന് വിചാരിക്കില്ലേ അവള്? അമ്മയ്ക്കും കഴിഞ്ഞ 5 വർഷമായിട്ട് ഉണ്ടാവാതിരുന്ന തോന്നൽ ഇപ്പൊ എന്താ ഉണ്ടാവാൻ? വേദ പറയും, എല്ലാ കാലത്തും എനിക്ക് തോന്നലുണ്ടായിരുന്നു മോള് ചെയ്തത് മറ്റൊന്നിനും അല്ലല്ലോ, കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനല്ലേ. വേദ പറയും, അതെ. അമ്മ പറയും, നീ ചെയ്ത അതേ തെറ്റ് തന്നെയല്ലേ അമ്മയും ചെയ്തത്? അവന്റെ കുഞ്ഞല്ലാത്തൊരു കുഞ്ഞിനെ അവന്റെ കുഞ്ഞാണെന്ന് വിശ്വസിപ്പിച്ചത് ഞാനും കൂടെ അല്ലേ? നീയും ഞാനും ചെയ്തത് ശരിയാ മോളെ. അമ്മ എന്നുള്ള നിലയിൽ നമ്മൾ രണ്ടുപേരും ചെയ്തത് തെറ്റല്ല. നീ നിന്റെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ, ഇപ്പൊ അതായി. ഇനി എപ്പോ വേണമെങ്കിലും എല്ലാ സത്യങ്ങളും നിനക്ക് അവനോട് പറയാം, ഞാൻ എതിര് നിൽക്കില്ല. അപ്പൊ വേദ പറയും, എനിക്കിപ്പോ എന്നെയോ കുഞ്ഞിനെ ഓർത്തല്ല പേടി. അത് അങ്ങനെ ഒരു നിമിഷം തരുൺ എങ്ങനെ മറികടക്കുമേ? അമ്മ പറയും, അറിയില്ല മോളെ, പക്ഷെ അതിന്റെ പേരിൽ നിന്നെയും മോളെയും അവൻ വെറുക്കില്ല, അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോഴേക്കും ഗൗരിമോള് ഓടി വന്നിട്ട് പറയും, എല്ലാരും റെഡി ആയിക്കോ, അച്ഛൻ മാളിലേക്ക് പോകാൻ സമ്മതിച്ചു. സേതുമ്മ പറയും, അച്ഛമ്മ ഇല്ല, അത് പറ്റില്ല, പോയേ പറ്റൂ, അച്ഛമ്മ കൂടെ വരണം. അപ്പോഴേക്കും തരുൺ അങ്ങോട്ട് വരുമ്പോ മോള് പറയും, നോക്ക അച്ഛമ്മ വരുന്നില്ല, വരാൻ പറച്ചാ. അമ്മ പുറപ്പെട്, എല്ലാരും ഒരുമിച്ച് പോവാന്ന് അവളുടെ ആഗ്രഹല്ലേ. അപ്പൊ വേദയുടെ മൂഡ് ഓഫ് കാണുമ്പോ തരുൺ ചോദിക്കും, താനെന്താടോ ഇങ്ങനെ ഇരിക്കുന്നേ? മീറ്റിങ്ങിനെ കുറിച്ച് ഓർത്താണോ? അവിടെ തന്റെ സ്റ്റാൻഡ് തന്നെയായിരുന്നു ശരി, ഞാനത് അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെന്ന് റെഡി ആകാൻ നോക്ക്. മോള്, അച്ഛമ്മ വാ, വന്നേ എന്നെ കുളിപ്പിക്കേ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് എണീപ്പിക്കുക. വരുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും പിടിച്ചു വലിച്ചു കൊണ്ടുപോട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീചേട്ടത്തി ഫുഡ് ഉണ്ടാക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഉണ്ടാവും അങ്ങോട്ട് അപ്പുമോള് വരുന്നത്. ചെറിയച്ഛൻ എവിടെ അമ്മേ എന്ന് വെച്ചോണ്ടാട്ടോ വരുന്നത്. മുറിയിലുണ്ടെന്ന് പറയുമ്പോ ബാഗ് അവിടെ വെച്ചൊരൊറ്റ ഓട്ടോ. അപ്പോഴേക്ക് വിക്രമും ശബ്ദം കേൾക്കുന്നുണ്ട് ട്ടാ. ചെറിയച്ചാന്ന് വിളിച്ച് മോൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കും. അപ്പിന്റെ കുഞ്ഞില് മുഖച്ചായ ഒക്കെ മാറി. അപ്പു പറയും, ചെറിയച്ഛന് ഒരു മാറ്റവും ഇല്ല, ക്ലാസ് ഉള്ളോണ്ടാ, അല്ലെങ്കിൽ ഞാനും വന്നേനെ. വിക്രം പറയും, അതിന് അഭിമാനിക്കാനുള്ള സ്ഥലത്ത് നല്ലല്ലോ വന്നത്. അപ്പൊ മോള് പറയണേ, അതെങ്ങനെയാ? ചെയ്യാത്ത കുറ്റത്തിനല്ലേ കള്ള തെളിവിന്റെ പുറത്ത് ജയിലിട്ടത്? അപ്പൊ തെറ്റുകാരെ ചെറിയച്ഛനല്ല സർക്കാരാ അല്ലേ അമ്മേ? അപ്പോഴേക്കും ആശു അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ, സംസാരം കൊള്ളാലോ. സംസാരം കേൾക്കാൻ പോകുന്നേ ഉള്ളൂ, ഞാൻ അത്രയ്ക്ക് വായാടിയൊന്നല്ല. ആണോ ചച്ചാ? അപ്പൊ മാഷു പറയും, ഒട്ടുമല്ല, എന്റെ മോള് പറയേണ്ടത് കൃത്യമായിട്ട് പറയും, അത്രേ ഉള്ളൂ. ശ്രീജ പറയും, ചിലപ്പോ ഇവള് പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോ വേദ ഓർമ്മ വരും. അപ്പൊ പറയും, വേദ ചെറിയമ്മയുടെ കഴിവൊന്നും എനിക്കില്ല കേട്ടോ, അതൊക്കെ അവർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. പിന്നെ ഇനിയാണ് നമുക്കൊരു ആക്ഷൻ പ്ലാൻ വേണ്ടത്. മാഷുക്കും ആക്ഷൻ പ്ലാനോ? ആ, വേദ ചെറിയമ്മേനെ ആദ്യം കണ്ടെത്തണം, അതിന് വേണ്ട കാര്യങ്ങൾ ആലോചിക്കണം. ശേഷം പണ്ടത്തെ പോലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു വീട്ടിലേക്ക് മാറ്റണം, അച്ചാച്ചന്റെ പഴയ വീട്ടിലെ പോലെ എല്ലാരും ഒരുമിച്ച്. അതൊക്കെ നല്ല രസമായിരിക്കും അല്ലേ അമ്മേ? ശ്രീജ പറയും, അതൊക്കെ നമുക്ക് ആലോചിക്കാം. നീ ആദ്യം വേഷം മാറിയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. അതൊന്നും വേണ്ട, ഇനി 1 മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണം കഴിക്കാനുള്ളതല്ലേ, ഞാൻ കുളിച്ചിട്ട് വരാം, ഓക്കെ എന്ന് പറഞ്ഞു പോകും. എന്നിട്ട് തിരിച്ചു വന്നിട്ട് കുറച്ച് ബുക്സ് എടുത്തിട്ട് പറയും, കുറെ ഹോംവർക്ക് ചെയ്ത് തീർക്കാണ്ട്, എല്ലാം ചെയ്ത് തീർക്കുമ്പോ രാത്രി ഒരുപാടാവും. അപ്പൊ ചെറിയച്ഛനെയും അച്ഛനെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ആക്ഷൻ പ്ലാന്റെ ചെറിയൊരു ഉദാഹരണം. ഗോഡ് മീ. അപ്പൊ കുളിച്ചിട്ട് കാണാം എന്ന് പറഞ്ഞ് ബുക്കും കൊണ്ട് മോൾ അവിടെ നിന്ന് പോകും. പോയി കഴിഞ്ഞാ വിക്രം പറയും, മിടുക്കിയാണല്ലോ. മാഷ് പറയും, അതെ, അവളുടെ മുറിയാ ഇത്. എനിക്ക് വയ്യാതായപ്പോ എന്നെ നിർബന്ധിച്ച് ഇവിടെ കിടത്തി. അവള് ഹോളിലേക്ക് മാറി. വിശ്വവും ശ്രീജയും പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ, നല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്കുണ്ട്. വിക്രം പറയും, വന്ന സമയം മുതൽ എനിക്കത് മനസ്സിലായി. മാഷ് പറയും, എന്റെ പെൻഷൻ എടുത്തോളാൻ പറഞ്ഞാൽ വിശ്വം കേൾക്കില്ല, അതിൽ ബാങ്കിൽ കിടക്കട്ടെ എന്നുള്ള വാശി അവന്. ഒരുപാട് കാലത്തെ മടി കഴിഞ്ഞ് അധ്വാനിക്കാൻ തുടങ്ങിയപ്പോ അത് അങ്ങേയറ്റമായി. വിക്രം പറയും, ഇപ്പോഴത്തെ അവസ്ഥയില് ഞാനോട് ഇവിടെ നിന്നാൽ അത് ഇവർക്കൊരു ബുദ്ധിമുട്ടാവില്ല അച്ഛാ, ഞാൻ അങ്ങോട്ടെങ്കിലും മാറിയാലോ? മാഷു പറയും, ഇവരെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ പറയില്ല, എനിക്ക് ഇനി നിന്റെ കൂടെ അല്ലാതെ വയ്യ. അപ്പൊ വിക്രം മാഷിന്റെ നെഞ്ചത്ത് ചേർന്ന് കിടക്കാട്ടോ. പിന്നീട് കാണിക്കുന്നത് ഗൗരിമോളും തരുണും വേദയും കൂടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരിക. അങ്ങനെ തരുൺ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണേ, ഫൺ സിറ്റി ഒക്കെ ഇഷ്ടമായോന്ന്. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് റേസിംഗ് കാറാണ്. ആ, മുത്തശ്ശി പറയും, ഇവൾക്കല്ലെങ്കിലും കാറിനോടും ബൈക്കിനോടൊക്കെ ഇഷ്ടം, പെൺകുട്ടികൾ കളിക്കുന്ന ഒന്നും പോരാ. തരുൺ പറയും, അങ്ങനെ പെൺകുട്ടികൾ കളിക്കുന്നത് ഗെയിം എന്നും പറഞ്ഞേ ഇക്കാലത്ത് ഇല്ല അമ്മേ, അല്ലേ മോളെ? ഗൗരി പറയും, ആ അതെ. അപ്പൊ തന്നെ അമ്മ പറയും, അതെങ്ങനെയാ, അച്ഛന്റെ സ്വഭാവല്ലേ മോൾക്കും. വേദ എന്തോ ആലോചിച്ചിരിക്കുമ്പോ മോള് വയ്ക്കും, എന്താ അമ്മ ആലോചിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? തരുൺ പറയും, ചോദിച്ചോ. മോള് വയ്ക്കും, നമ്മളെ പുറത്തു പോകുമ്പോഴൊക്കെ അമ്മ എന്താ പിറകിലിരിക്കുന്നത്? അവർക്കൊന്നും പറയാനില്ല. മോള് പറയും, സ്കൂളിലേക്ക് വരുന്ന മറ്റു കുട്ടികളുടെ അച്ഛനും അമ്മയും ഒക്കെ ഫ്രണ്ടിലായിരിക്കാറ്,
അപ്പൊ വേദറിയും അത് പിന്നെ അമ്മയ്ക്ക് മുന്നിലിരുന്ന ഛർദ്ദിക്കാൻ വരും എന്ന് പറഞ്ഞ് മോളെ ചേർത്ത് പിടിക്കണേ. അങ്ങനെ ആ സിഗ്നൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വണ്ടി ഇവരുടെ വണ്ടിയുടെ രണ്ട് സൈഡിലായിട്ട് വരും കേട്ടോ. തരുൺ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഗൗരിമോൾക്ക് ഫുഡൊക്കെ ഇഷ്ടായോ? ആ ഇഷ്ടായി, പക്ഷെ നൂഡിൽസിന് ഇച്ചിരി എരിവായിരുന്നോ? അല്ലേ അമ്മേ? ഈ സമയത്തൊക്കെ തരുൺ മോളെ ശ്രദ്ധ മാറ്റാനായിട്ടാ ശ്രമിക്കുന്നത് കാറിലുള്ള ബാക്കിയുള്ളവരുടെയും. കാരണം പുറത്തുള്ള വണ്ടി ഇവരെ ആക്രമിക്കാനായിട്ട് വരുന്നതാണെന്ന് തരുൺ മനസ്സിലായിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ വീക്കെൻഡിലും നമുക്ക് മാളിലേക്ക് വരാം. തരുൺ അതൊന്നും കേൾക്കുന്നില്ല, പുറത്തേക്കാണ് ശ്രദ്ധ. അച്ഛൻ ഞാൻ പറയണ കേൾക്കുണ്ടോ? കേട്ടല്ലോ. മോളോയ്ക്കും പിന്നെന്താ വരാന്ന് സമ്മതിക്കാത്തത്? ആ പോവാന്നേ, നമുക്ക് പോവാട്ടോ. അങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോ വേദ പറയും മോള് കുറച്ചു സമയം മിണ്ടാതിരിക്കി, വണ്ടി ഓടിക്കുമ്പോ കോൺസെൻട്രേഷൻ കിട്ടണ്ടേ. അങ്ങനെ വണ്ടിയൊക്കെ വന്ന് ഇടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാരും പേടിക്കും തുടങ്ങും കേട്ടോ. വേദ മോളെ പിടിച്ചിരുന്നോ എന്ന് പറഞ്ഞ് തരുൺ നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കാം. എല്ലാരും നന്നായിട്ട് പേടിക്കുന്നുണ്ട് കേട്ടോ. ഗൗരിമോൾക്ക് ഭയങ്കര ഹാപ്പി. അമ്മേ ഞാൻ കളിച്ച ഗെയിം പോലെ ഉണ്ടല്ലോ അത്. അപ്പോഴേക്കും ഒരു കാറ് വന്ന് ഇടിക്കുമ്പോ ഇവരുടെ കാറ് വട്ടം കറങ്ങും കേട്ടോ. പിന്നെ തരുണ് വേറെ എവിടെയോ കൊണ്ടുപോയി ഇടിക്കുകയാണ്. അപ്പോഴേക്കും ഗൗരിമോള് വേദയുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോവും. അമ്മയെന്ന് വിളിച്ച് താഴേക്ക് വീഴും. അപ്പൊ തന്നെ മോളുടെ ബോധം പോകും കേട്ടോ. ഗൗരിമോളെ എന്ന് വിളിച്ച് വേദ വേഗം മോളെ എടുക്കും. ആംബുലൻസ് വിളിക്കേ എന്ന് വേദ പറയുന്നുണ്ട്. തരുൺ ആകെ പാനിക് ആയത് കാരണം എന്താ ചെയ്യേണ്ടെന്ന് അറിയണില്ല. ഈ സമയം അമ്മേ എന്നിങ്ങനെ ഒരു കുഞ്ഞ് വിളിക്കുന്നതായിട്ട് വിക്രമിന് തോന്നി. വിക്രം സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കാട്ടോ. ഒരു കുഞ്ഞിന്റെ ശബ്ദം കേട്ടിട്ട് മാഷ് വയ്ക്കും എന്താ? വിക്രം പറയും ഒരു കരച്ചിൽ കേട്ടതുപോലെ. മാഷ് വയ്ക്കും കരച്ചിലോ? നീ എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ ഇപ്പൊ ആര് കരയാൻ? വിക്രം പറയും ഇവിടെ അല്ലച്ചാ, എന്റെ ഉള്ളിലാണ്. ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തില് ഒരു കുട്ടിയുടെ ശബ്ദവും അവ്യക്തമായ മുഖവും ചെവിയില് തുളച്ചു കയറുന്ന ഒരു കരച്ചിലൊക്കെ. അമ്മ മരിച്ച സമയത്തായിരുന്നു ആദ്യം അത് കേട്ടത്. ഒരു കുഞ്ഞ് ജനിച്ചു വീണതുപോലുള്ള കരച്ചില്. പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് ആവർത്തിക്കാൻ തുടങ്ങി. കാലം പോകുന്നതിനനുസരിച്ച് ആ കുഞ്ഞും വളർന്നുകൊണ്ടിരിക്കുന്ന പോലെ. മാഷ് പറയും നീ ജയിലിനകത്തായപ്പോ പലതും ആലോചിച്ചിട്ടുള്ള ആലൂസിനേഷൻ ആവും. വിക്രം പറയും എനിക്കറിയില്ല അച്ഛാ, ഒരുപക്ഷെ വേദയും ഞാനും സ്വപ്നം കണ്ട കുഞ്ഞ് എന്റെ ഉള്ളില് വളർന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിലോ? എനിക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് അവളെ ഉള്ളില് വളരെയായിരിക്കും. മാഷ് പറയും എനിക്കറിയാം, കണ്ണടച്ച് കിടന്നാലും അത്ര പെട്ടെന്ന് ഉറക്കം വരുന്ന അവസ്ഥയല്ലെന്ന്. മനുഷ്യന്മാർക്ക് പൊരുത്തപ്പെട്ടല്ലേ മതിയാവോ? കിടന്നുറങ്ങാൻ നോക്കുന്നേ. അങ്ങനെ വിക്രം കുറച്ച് വെള്ളം കുടിക്കാൻ നോക്കുമ്പോ അതില് വെള്ളം ഇല്ലാട്ടോ. വെള്ളം എടുക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും. അങ്ങനെ ഹോളിൽ പോയി വെള്ളം നിറച്ച് വരുമ്പോ ഉണ്ടാവും അപ്പൊ മോള് അവിടെ ഇങ്ങനെ തറയിൽ കിടക്കുന്നേ. വിക്രമിന് വിഷമാവട്ടോ. അത് നോക്കി നിന്ന് അവിടുന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാട്ടോ. ഒരു കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. ഒരു തമിഴത്തിയാണ് എണീക്കുന്നത്. ദേവരാജന്റെ ഭാര്യയാണ്. ആരാ ഈ രാത്രിയിൽ ബെല്ലടിക്കുന്നത്? ദേവരാജനും ചോദിക്കും പോയി നോക്കൂ എന്ന് പറഞ്ഞ് അവര് കിടക്കും. ദേവരാജൻ താഴേക്ക് ഇറങ്ങി പോവാ. ആർക്കാടെ അവിടെ ഈ രാത്രി പ്രശ്നം എന്ന് വെച്ചാൽ അയാൾ ഡോറ് തുറക്കുമ്പോ തരുണായിരിക്കും കേട്ടോ. എന്നെ വേണം? തരുൺ പറയും അകത്തേക്ക് ഇരിക്കാല്ലേ. ഷൂസ് ഊരണോ എന്ന് പറഞ്ഞ് ഷൂ ഇങ്ങനെ ഊരാനായിട്ട് ശ്രമിക്കട്ടോ. അപ്പൊ ആ കാലിന്റെ സൈഡില് ഗണ്ണുണ്ട് കേട്ടോ. അത് ദേവരാജനെ കാണിക്കലായിരുന്നു ഉദ്ദേശം. അത് കാണിക്കുമ്പോ അയാൾ പേടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട മെനക്കേടാ, അതിന് മാത്രം പൊടിയൊന്നും കാലിലില്ല, വാ എന്ന് പറഞ്ഞ് തരുൺ അയാളെയും പിടിച്ച് അകത്തേക്ക് കയറുക. ചേച്ചി എണീറ്റിരുന്നോ? ഹാ ഇനി മോളെ കൂടെ വിളിച്ചോ എന്ന് പറഞ്ഞ് തരുൺ അവിടെ സോഫയിൽ വന്നിരിക്കും. അവരുടെ മോളും ചെറിയ കുട്ടിയാട്ടോ. വേഗം വിളിച്ചോ, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ കാലം നീട്ടിയിരിക്കും. പിന്നെ മോളെ വിളിച്ചതിന് ശേഷം ചേച്ചി പോയി ഒരു ചായ ഇട്ടിട്ട് വാ, അപ്പോഴേക്കും ഞങ്ങൾ സംസാരിച്ചിരിക്കാം പോ. ഭാര്യ അയാളെ നോക്കുമ്പോ ദേവരാജൻ പോയിക്കോളാൻ പറയും. അവര് പേടിച്ചുകൊണ്ടാണ് മോളെ വിളിക്കാൻ പോകുന്നത്. തരുൺ പറയും അപ്പൊ ദേവരാജ ഞാൻ ഇപ്പൊ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. IPS കഴിഞ്ഞ് ആദ്യ പോസ്റ്റിങ്ങും കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ അന്നത്തെ കമ്മീഷണർ എന്നെ വിളിച്ചു. പേടിപ്പിക്കാൻ ഇതാ സർക്കാർ വക തോക്കുമതി, പക്ഷെ കളി ശരിക്ക് തീർക്കാൻ ദാ ഇവൻ തന്നെ വേണമെന്ന്. പിന്നെ പലപ്പോഴായി ഒരുപാട് പേരുടെ കളി അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ കാലിന്റെ ഷോക്സിന് അടിയിലെ എപ്പോഴും ഇവൻ കൂടെ ഉണ്ടായിരുന്നു, എന്റെ കളിക്കൂട്ടുകാരൻ. ആളെ നീ ശരിക്കും അറിഞ്ഞിട്ടില്ല ദേവരാജ, ബന്ധങ്ങളൊക്കെ കുറെ ഉള്ളതല്ലേ. ഒന്ന് ഡൽഹിയിലൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്ക്. വീമ്പ് പറയാൻ ഒട്ടും താല്പര്യമില്ലാത്ത തരുൺ ദേവാങ്ക് ആരാണെന്ന് നീ അറിയും. അപ്പോഴേക്കും മോളെ കൂട്ടി ആ അമ്മ വരൂട്ടോ. ആ വാ വാ മോള് വാ. അപ്പോഴേക്കും ആ ദേവരാജൻ മോളെ അടുത്തേക്ക് പിടിക്കൂട്ടോ. തരുൺ പറയും മോളെ കാണാനാ അങ്കിൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ദേവരാജൻ പറയും സാറേ അവൾ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാ. ഓ ആണോ? അപ്പൊ എന്റെ മോൾ അപാര ധൈര്യശാലിയാണെന്നാണോ സാറ് പറയുന്നത്? അങ്ങനെ തരുൺ പറയും മക്കളൊക്കെ പാവങ്ങളാ ദേവരാജ, നമ്മൾ അവരൊരിക്കലും ടാർഗറ്റ് ചെയ്യരുത്. പക്ഷെ ഒരാൾ അങ്ങനെ ചെയ്തു തുടങ്ങിയ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്തും ചെയ്യും അല്ലേ. മോളുടെ പേരെന്താ? ആ കുട്ടി പറയും അനഘ. അനഘ മോൾ പേടിച്ചോ? ആ കുട്ടി ആന്ന് പറയുമ്പോ തരുൺ പറയും പേടിക്കുന്നേ, അങ്കിള് വെറുതെ കാണാൻ വന്നതാ, മോള് പോയി ഇറങ്ങിക്കോ. ആ കുട്ടി അമ്മയുടെ അടുത്തേക്ക് ഓടുമ്പോ അവര് ചായ കൊണ്ടുവരിക. ആ ചായ തരൂ എന്ന് പറഞ്ഞ് തരുണത് വാങ്ങിക്കും. ചേച്ചി പോയി കിടന്നോ, ഇതിപ്പോ തീരും. അപ്പോഴും അവരവിടെ തന്നെ നിൽക്കുമ്പോ പോയി കിടക്കാൻ പറ ദേവരാജ. അത് കേൾക്കുമ്പോ തന്നെ അവര് മോളെ കൊണ്ട് അവിടുന്ന് പോവേ. തരുണെ ആ ചായ കുടിച്ചിട്ട് പറയും
പേടിച്ചോണ്ടാവും. മധുരം ഇട്ടിട്ടില്ല, പൊടിയും കുറവ്. എനിക്ക് ഇങ്ങനത്തെ ചായ ഇഷ്ടമല്ല, നല്ല മധുരത്തിൽ കുറുക്കി തിളപ്പിച്ചെടുക്കുന്ന ചായ ഇഷ്ടം. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതിമയുടെ മുകളിൽ കൊണ്ടുപോയി ഒഴുക്കിയേ. ദർപ്പണം, ഇനിയും നീ കളിക്കാനിരുന്ന ചായ മാത്രല്ല കുറച്ച് കൂടുതൽ കറികളടക്കം സദ്യ തന്നെ ഉണ്ടാക്കിക്കും. പേടിച്ച് നിന്റെ ഭാര്യ ആ കൂട്ട് തെറ്റിച്ച് ടേസ്റ്റ് ഇല്ലാണ്ട് ഉണ്ടാക്കിയാ എന്റെ ദേവരാജ, കുറച്ചധികം തർപ്പണം നീ ചെയ്യേണ്ടി വരും. അപ്പൊ വരട്ടെ എന്ന് പറഞ്ഞ ഗ്ലാസ് അയാളുടെ കയ്യിൽ വെച്ചു കൊടുത്ത് തരും നല്ല സ്റ്റൈലായിട്ട് അവിടെ നിന്ന് പോകും. വേദയുടെ മോളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. കുട്ടിയുടെ നെറ്റിയിലൊരു ചെറിയ മുറിവുണ്ട്. വേദ തൊട്ടടുത്തുണ്ടെങ്കിലും എനിക്ക് അച്ഛനെ കാണണം. അച്ഛനെവിടെ? എനിക്ക് അച്ഛനെ കണ്ടാൽ മതി, എനിക്ക് അച്ഛനെ വേണം എന്ന് പറഞ്ഞിങ്ങനെ കരഞ്ഞു വാശി പിടിക്കുകയാണ്. വേദ എത്ര ശ്രമിച്ചിട്ടും അത് നിർത്താൻ പറ്റുന്നില്ല. ശ്വേതമ്മ വരുണും വരുന്നത് നോക്കി പുറത്തേക്ക് നോക്കി നിൽക്കുക കേട്ടോ. മോള് കരയില്ലേ, അമ്മ അടുത്തുണ്ടല്ലോ എന്ന് വേദ പറയുമ്പോ മോള് പറയും, അമ്മ വേണ്ട, എനിക്ക് അച്ഛൻ മതി, എനിക്ക് അച്ഛനെ കാണണം, ഇപ്പൊ കാണണം എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലാണ്. അപ്പൊ വേദ സേതുമ്മേനെ അടുത്തേക്ക് വിളിക്കും. അമ്മ വന്നിട്ട് പറയും, ഗൗരിമോളെ മോളുടെ അച്ഛൻ ഇപ്പൊ വരും, കുട്ടിയാണെങ്കിൽ അച്ഛനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിട്ടാ. ഇത് കാണുന്ന സിസ്റ്റർ പറയും, നീങ്ക ഫോൺ എടുത്ത് കൂപ്പിടുങ്കോ, കുളന്ത ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന എന്തെങ്കിലും പ്രശ്നമാവും. സേതമ്മ പറയും, വിളിച്ചു കിട്ടുന്നില്ല. വേദ പറയും, മോൾ അമ്മ പറയുന്നത് കേൾക്ക്. കുട്ടി പറയും, വേണ്ട, അച്ഛൻ വന്നാൽ മാത്രം മതി. വേദയ്ക്ക്, അമ്മ നമ്മൾ എന്താ ചെയ്യാ? അമ്മ പറയും, എനിക്ക് അവന്റെ കാര്യം ഓർക്കുമ്പോ ഒരു സമാധാനമില്ല മോളെ, ആ പഴയ സ്വഭാവത്തിൽ നിന്നൊക്കെ മാറി വരാൻ തുടങ്ങുമായിരുന്നു, ഇപ്പൊ വീണ്ടും അങ്ങോട്ട് തന്നെയാണ് പോണേന്ന്. വേദ പറയും, അമ്മ ഞാൻ പറഞ്ഞത്. അമ്മ ഒന്നും പറയാതെ അവിടെ നിന്ന് പോകും. വേദ ആകെ സങ്കടത്തിലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സേതമ്മ പുറത്ത് നിൽക്കുമ്പോഴേക്കും വരുൺ അങ്ങോട്ട് വരും. അമ്മ എന്നിട്ടേക്കും, തരുൺ എന്ത് പരിപാടിയാ കാണിച്ചത്? കുഞ്ഞു നീ പോയപ്പോ തുടങ്ങിയ കരച്ചിൽ ഇതുവരെ നിർത്തിയിട്ടില്ല. ഇത് പറഞ്ഞ് മുഴുവിക്കുമ്പോഴേക്കും തരുൺ അകത്തേക്ക് ചെല്ലാട്ടോ. വേദ ഇങ്ങനെ കുഞ്ഞിന്റെ കണ്ണീരൊക്കെ തുടച്ചു കൊടുത്ത് ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ വന്നാൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ കരച്ചില്ല. ഇങ്ങനെ നിർബന്ധം കാണിച്ചാൽ എങ്ങനെയാ? അച്ഛൻ വരും. അപ്പോഴേക്കും അച്ഛന്റെ ഗൗരിമോളെ എന്ന് വിളിച്ച് തരുൺ വരും. മോളെന്തിനാ കരയുന്നത്? അപ്പോൾ വേദ അവിടെ നിന്ന് എണീക്കും കേട്ടോ. മോളുടെ കവിളൊക്കെ കൈവച്ച് ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുക. അച്ഛൻ വരണ്ടായപ്പോൾ ഗൗരിമോൾ പേടിച്ചു പോയി. മോളെന്തിനാ പേടിക്കുന്നത്? അച്ഛൻ ഇങ്ങോട്ട് വന്നില്ലേ, ഇനി പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞൊരു ഉമ്മ കൊടുക്കും. വാ നമുക്ക് പോയി ഒരു സാധനം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് മോളെ എടുത്ത് അവിടെ നിന്ന് പോവാം. മോളിങ്ങനെ കാണിക്കുന്നതൊക്കെ വേദ ഒരുപാട് സങ്കടത്തിലാക്കിയിട്ടുണ്ട്. മിഠായി വാങ്ങിച്ചേരാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. കൊണ്ടുപോകുമ്പോൾ വേദ ഇങ്ങനെ അമ്മയെ നോക്കും. അമ്മ തല താഴ്ത്തി നിൽക്കണേ. വേദയ്ക്ക് ഒന്നും പറയാനാവുന്നില്ല. പിന്നീട് അങ്ങനെ അവർ വീട്ടിലെത്തിയിട്ടോ. വേദയുടെ കയ്യിൽ കിടന്ന് മോൾ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വേദ അകത്തേക്ക് കയറുമ്പോൾ തന്നെ, വേദ മോൾ ഇന്ന് എൻ്റെ കൂടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുക്കാം. അങ്ങനെ കുഞ്ഞിനെ എടുത്ത് റൂമിലേക്ക് ചെന്ന് കഥക് അടയ്ക്കൂട്ടോ. വേദ ഇങ്ങനെ നോക്കി നിൽക്കും സങ്കടത്തോടെ. വേദയ്ക്ക് നല്ല വിഷമായിട്ടുണ്ട്. അമ്മ വന്നിട്ട് പറയും, ഒരു കുഴപ്പമില്ല മോളെ, ഇന്നൊരു ദിവസമല്ലേ, ഇന്ന് അവൻ്റെ കൂടെ കിടക്കട്ടെ. വേദ പറയും, എനിക്ക് പേടിയാവുന്നമ്മേ. എന്തിന്? വേദ പറയും, ആശുപത്രിയിൽ വെച്ച് അമ്മ കണ്ടതല്ലേ, അവൾക്കിപ്പോ തരുൺ മതി എല്ലാത്തിനും, നാളെ ഒരിക്കൽ തരുണല്ല. അപ്പോഴേക്കും അമ്മ വേദയുടെ കൈ പിടിച്ച് സംസാരം നിർത്തിയിട്ട് പറയും, അത് അറിയേണ്ട സമയത്തെ വേണ്ടത്ര തയ്യാറെടുപ്പോടെ പറഞ്ഞാൽ പോരെ, അത് ആലോചിച്ച് ഇപ്പോഴേ ടെൻഷനാവണോ? മോള് ചെന്ന് ഫ്രഷ് ആവേ. എന്തായാലും തരുൺ വന്നപ്പോൾ ഗൗരിമോളുടെ പേടി മാറിയില്ലേ, തൽക്കാലം അത്ര വിചാരിച്ചാൽ മതി, ചെല്ലേ എന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് പറഞ്ഞേക്കും. അങ്ങനെ വേദയുടെ ബാഗും ഫയലൊക്കെ അമ്മയുടെ കയ്യിലാട്ടോ. അമ്മ സോഫയിൽ വന്നിരിക്കുമ്പോൾ ഒരു കോള് വരികയാണ്. അച്ഛൻ. ആ കോള് സേതു അമ്മ എടുക്കും. മോളെ, ഒരു സന്തോഷകാര്യം പറയാനാ വിളിച്ച്. വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങി. വിക്രമിനെ ആക്രമിക്കാനുള്ള ശ്രമത്തിൽ അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതിനുവേണ്ട തെളിവുകളും കോടതി അംഗീകരിച്ചു. കുറച്ചു കാലം കാത്തു നിൽക്കേണ്ടി വന്നാലും സത്യം വിജയിക്കുന്ന ഉറപ്പായില്ലേ. ഇനി ഈ ഒളിച്ചു താമസത്തിന്റെ ആവശ്യമില്ല മോളെ, നീ ഇങ്ങോട്ട് പോര്. അല്ല, നീ എന്താ ഒന്നും മിണ്ടാത്തത്? സേതുഅമ്മ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഞാൻ വേദയല്ല, നമ്മള് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ വേദ പറഞ്ഞ് എനിക്ക് ശങ്കരനാരായണൻ സാറിനെ അറിയാം. വേദ ഇപ്പോ പഴയ വേദയല്ല. അവൾ എന്റെ മകന്റെ ഭാര്യയാണ്. കഴിഞ്ഞതെല്ലാം അവളും ഞങ്ങളും മറക്കാൻ ശ്രമിക്കുകയാണ്. പഴയ ഓർമ്മകളിലേക്ക് ഇനി അവളെ വലിച്ചഴക്കരുത്. ശങ്കരൻ ഞെട്ടും. പക്ഷെ വേദ, വിക്രമിന്റെ കുഞ്ഞിനെ അമ്മ പറയും, അത് ആ കുഞ്ഞ് മരിച്ചുപോയി. ശങ്കരൻ ഞെട്ടും. എന്ത്? അതെ, ഇപ്പൊ അവളോടൊപ്പം ഉള്ളത് എന്റെ മകന്റെ കുഞ്ഞാ. സ്വന്തം അമ്മയെ പോലെയാ അവൾ വേദയെ കാണുന്നത്. ഞങ്ങൾക്കും ഇപ്പൊ അങ്ങനെയാണ്. വേദയെ ഭാര്യയായി സ്വീകരിക്കാനുള്ള കാരണവും അതാണ്. കുഞ്ഞ് നഷ്ടപ്പെട്ട് ആകെ തകർന്നു പോയ വേദയെ തിരിച്ചു കൊണ്ടുവന്നത് എന്റെ മകന്റെ കുഞ്ഞിന്റെ സാമീപ്യ. പഴയതൊന്നും ഓർക്കാൻ ഞങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളും ഇനി ആ പഴയ കാലത്തേക്ക് അവളെ തിരിച്ചു വിളിക്കരുത്. അവളിപ്പോ പഴയ വേദല്ല. ഇന്നത്തെ പൊസിഷനിലേക്ക് അവള് വെറുതെ എത്തിയതും അല്ല. അതിന്റെ പിറകിൽ എന്റെ മകന്റെ അധ്വാനം കൂടെ ഉണ്ട്. അവനും കുഞ്ഞും അവളും അടങ്ങുന്ന ആ കുടുംബത്തിലേക്ക് ഒരു അവകാശം പറഞ്ഞ് ഇനി ഒരാൾ വരരുത്. പ്ലീസ്, ഇതൊരു അപേക്ഷയാണ്. ഇനി വിളിക്കാതിരിക്കാനും ശ്രമിക്കല്ലോ. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ശങ്കരനാകെ ഞെട്ടിപ്പോയിട്ടുണ്ട്. പിന്നീട് സേതുഅമ്മ ആ കോൾ ഹിസ്റ്ററിന്ന് ആ നമ്പർ ഡിലീറ്റ് ചെയ്യാട്ടോ. ഒരു ചതിയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ പുറത്ത് ബൈക്കിൽ പോവാട്ടോ. പോലീസ് ചെക്കിംഗ് ആണ്. ഹെൽമെറ്റൊക്കെ ഉണ്ട്. ബുക്കും പേപ്പറും എടുക്കാൻ പറയും. ഈ സമയം അവിടെ അപ്പുറത്തിരിക്കുന്നത് സാബു പോലീസാട്ടോ. ആഹാ, കൊള്ളാലോ. എന്താടാ, എന്ത് കുരുത്തക്കേട് ഒപ്പിക്കാനാ നിന്റെ പ്ലാൻ? നിന്നെ ഒന്ന് നേരി കാണാതിരിക്കായിരുന്നു ഞാൻ. സ്റ്റേഷനിലേക്ക് വന്നു വിടുന്നത് ഒന്നും നീ ഒപ്പിക്കില്ലെന്ന് എനിക്കറിയാം. അതുവരെ കാത്തിരിക്കണല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കായിരുന്നു ഞാൻ. അപ്പോഴാ നീ തന്നെ മുന്നിൽ വന്നു പെട്ടത്. വിക്രം ഒന്നും പറയുന്നില്ല കേട്ടോ. മറ്റേ പോലീസിന്റെ അടുത്തേക്കും പേപ്പേഴ്സൊക്കെ ഓക്കെയാണോ? ഓക്കെയാണ് സർ. എന്നാലും വിസ്തരിച്ച് നോക്ക്. പണ്ട് മയക്കുമരുന്ന് കൈവശം വെച്ചതിന്
7-8 കൊല്ലം അകത്ത് കിടന്നവനാ. ഇപ്പോഴും അതുണ്ടോന്ന് അറിയില്ലല്ലോ. അതുമ്പോ തന്നെ ഇരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങടാ. ഓപ്പറേഷൻ തുഫാൻ ആഭ്യന്തരമന്ത്രിയുടെ ഓർഡറാ. നിന്നെ പോലുള്ളവരാണല്ലോ ഈ മാഫിയ ഉണ്ടാക്കിയെടുക്കുന്നത്. വിക്രം പറയും, സാബു സാറേ, എന്റെ കയ്യിൽ അതൊന്നും ഇല്ലെന്നും പരിശോധിച്ചാലും ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്നും സാറിനറിയാം. പിന്നെ അപമാനിക്കാൻ വേണ്ടി പിടിച്ചു നിർത്തരുത്. അതില് സാബു വിക്രമിനെ പിടിച്ച് വലിച്ചങ്ങോട്ട് ഇട്ടിട്ട് വയ്ക്കും. അപമാനോ? നിനക്കെന്ത് മാനം? ജീവിതത്തില് 10-18 വർഷം അകത്ത് കിടന്നവനല്ലേ നീ? മാനത്തിന്റെ കാര്യം നീ വിടെ. എന്നിട്ട് പോലീസിനോട് പറയും, ആ ബൈക്ക് പരിശോധിക്കേ ഇവനെയും എന്ന് പറഞ്ഞിട്ട് വിക്രമിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് പിടിച്ച് വലിച്ച് സാബു സാർ പരിശോധിക്കും. ആൾക്കാരൊക്കെ നോക്കി നിൽക്കാട്ടോ. സാബു അവരോട് പറയും, പണ്ടേ തന്തയുടെ ബാഗിൽ മയക്കുമരുന്ന് വെച്ച് പിടിച്ചവനാ. ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ പിന്നെ നോക്കാതെ വിടാൻ പറ്റില്ലല്ലോ. പോലീസുകാരന്റെ കടമയായി പോയില്ലേ. വിക്രം പറയും, സാറേ, കയ്യിലുള്ള എന്തെങ്കിലും എന്റെ മേല് ചുമത്തി എന്നെ അകത്ത് ഇടാനാണ് പ്ലാനെങ്കിൽ സാറിന് എന്നെ അറിയാലോ. സാബു പറയും, ഭീഷണിപ്പെടുത്താണോടാ? എന്റെ കയ്യിൽ ഒരു തരി സാധനം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇപ്പൊ ഞാൻ അകത്താക്കിയനെ. നീ ഒന്ന് പത്തി പൊക്കാനാ ഞാൻ നിൽക്കുന്നത്, പഴയ കടങ്ങളൊക്കെ വീട്ടാൻ. അവന്റെ ഷർട്ട് ഊരി പരിശോധിക്കടോ. വിക്രം നോക്കുമ്പോ അയാൾ പറയും, മര്യാദയ്ക്ക് ഷർട്ട് ഊരിക്കോ, അല്ലെങ്കിൽ വലിച്ചു കീറി പറയ്ക്കും. അങ്ങനെ നടു റോട്ടിൽ വെച്ച് വിക്രമിന്റെ ഷർട്ട് ഊരുക. സാബുയ്ക്കും അടിവസ്ത്രത്തിനുള്ളിൽ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോടാ? പ്ലീസ് സാർ. അപ്പോൾ അയാൾ പറയും, ഓ, നിനക്ക് ഇത്രയ്ക്ക് മര്യാദ ഉണ്ടോ? ശരി ശരി, വിട്ടേക്കാനെ. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. അത്ര എളുപ്പത്തിലേ വീടെന്ന് വിചാരിക്കണ്ട. താഴത്തുള്ളതൊക്കെ പെറുക്കിയെടുത്ത് വണ്ടിയും കൊണ്ട് പോകാൻ നോക്ക്. വിക്രം ഇങ്ങനെ താഴ്ന്ന് ആ ബാഗിലുള്ള സാധനങ്ങളൊക്കെ പെറുക്കിയെടുക്കുമ്പോൾ സാബു സാർ അതൊക്കെ ഇങ്ങനെ നോക്കി ഒന്ന് ചിരിക്കുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയും വേദയുടെ ഫ്രണ്ട് ശ്രേയയും സംസാരിക്കുകയാണ്. ഇപ്പം എന്ത് തോന്നുന്നു? നിന്റെ തീരുമാനങ്ങളൊക്കെ ശരിയായെന്ന് തോന്നിയില്ലേ? കുഞ്ഞിന്റെ സുരക്ഷിതത്വം നോക്കി മാത്രമാണ് നീ തുടങ്ങി വെച്ചത്. ഇപ്പം നിന്റെ ജീവിതം തന്നെ മാറിപ്പോയില്ലേ? വേദ പറയും, അതെ, എൻ്റെ ജീവിതം തന്നെ മാറിപ്പോയി. അഴിക്കാൻ ശ്രമിക്കും തോറും അത് കൂടുതൽ കൂടുതൽ മുറുകിക്കൊണ്ടിരിക്കുക. എന്താടി? വേദവയ്ക്കും, എത്ര കാലം ഞാൻ ഇങ്ങനെ പോകും ശ്രേയ? എൻ്റെ മോളെയും തരുണേനെയും ഞാൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം. ശ്രേയ പറയും, നീ മാത്രമാണോ? തരുണിന്റെ അമ്മയ്ക്ക് ഇതിൽ പങ്കില്ലേ? എന്നെങ്കിലും ഒരിക്കൽ തുറന്നു പറയേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് തന്നെയല്ലേ ഈ തീരുമാനം എടുത്തത്? വേദ പറയും, അതെ, പക്ഷേ ഇത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓരോ ദിവസം കഴിയും തോറും മോളും തരുണും തമ്മിലുള്ള ബോണ്ട് കൂടിക്കൊണ്ടിരിക്കുക. അവള് തരുണിന്റെ മകളല്ലെന്ന് അറിയുന്ന ദിവസം അവൾ എങ്ങനെ റിയാക്ട് ചെയ്യും, അതെങ്ങനെ സർവൈവ് ചെയ്യും എന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയുമില്ല. ശ്രേയ പറയും, നീ ആയിട്ട് അത് തരുണിനോട് പറയാൻ നിൽക്കണ്ട. വേദയ്ക്കും, പിന്നെ? ശ്രേയ പറയും, തരുണിന്റെ അമ്മ പറയട്ടെ. അന്ന് ഭാര്യയോടൊപ്പം കുഞ്ഞും പോയെന്നറിയുമ്പോൾ തരുൺ തകരുന്നു തോന്നിയപ്പോൾ തൽക്കാലത്തേക്ക് ചെയ്തൊരു കാര്യമാണിതെന്നും പിന്നെ നിന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് പുറത്തു പറയാതിരിക്കാൻ നിൽക്കേണ്ടി വന്നെന്നും അവര് തരുണിനെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. വേദ പറയും, തരുൺ പക്ഷെ അത് അംഗീകരിക്കുവോ? ശ്രേയ പറയും, അല്ലാത്തപ്പോ എന്താ ഒരു മാർഗം? മോളെ, നീ കാര്യം പറഞ്ഞു മനസ്സിലാക്കണം. ആളൊരു മറ്റു സ്ഥലത്താണെന്നും പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. അതിന് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? വേദയ്ക്കും ബുദ്ധിമുട്ടോ? വിക്രമിന്റെ മുഖം ഓർക്കാത്ത ഏത് ദിവസാ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? മോളോട് ഈ സത്യം വെളിപ്പെടുത്തുന്നതിന് മുമ്പേ എനിക്ക് വിക്രമിനോട് ഈ സത്യം പറയണം ശ്രേയ. വിക്രം ഒരു അച്ഛനാണെന്നും ആ കുഞ്ഞ് സുരക്ഷിതമായി വളരുന്നുണ്ടെന്നും ആദ്യം വിക്രം അറിയണം. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി വിക്രമിനെ നേരിട്ട് കണ്ടാലോ എന്ന് വിചാരിക്കുക. ശ്രേയ പറയും, അങ്ങനെയാണ് നിന്റെ മനസ്സ് പറയുന്നതെങ്കിൽ നീ ഉറപ്പായിട്ടും പോകണം. അപ്പോഴേക്കും എവിടേക്ക് പോകുന്ന കാര്യം മോള പറയുന്നേ എന്ന് ചോദിച്ച് സേതുലക്ഷ്മി അങ്ങോട്ട് വരും. അല്ല വേദ, ഒരു ഒഫീഷ്യൽ കാര്യത്തിന് പോകുന്ന കാര്യം പറയായിരുന്നു. ആണോ? എവിടേക്കാ മോളെ? വേദ പറയും, തിരുവനന്തപുരത്തേക്ക്. പിന്നെ ഒഫീഷ്യൽ അല്ല അമ്മേ, ഇത്തിരി പേഴ്സണലാ. അമ്മയോട് എന്തിനാ നുണ പറയുന്നത്? അപ്പോൾ സേതുലക്ഷ്മിക്കും ജയിലിലേക്കാണോ? വേദ പറയും, അപ്പോൾ സേതുമ്മ പറയും, നീ പോകുന്ന എനിക്കറിയായിരുന്നു. എന്നാണത് സംഭവിക്കുക എന്ന് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. തരുണിനോട് പറയുന്നുണ്ടോ? എന്താ വേണ്ടത്? അമ്മ പറയും, പറയണ്ട, ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചതല്ലേ, പോയിട്ട് വാ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. സത്യങ്ങൾ സ്വയം വെളിപ്പെടുത്തുന്നത് വരെ കാത്തിരിക്കുന്നത് നല്ലത്. നമ്മളായിട്ട് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ നിൽക്കണ്ട. നീ ഇപ്പൊ നിന്റെ മനസ്സിന് തോന്നുന്നത് ചെയ്യേ, ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവിടുന്ന് പോകും. പോയി കഴിയുമ്പോൾ ശ്രേയയ്ക്കും, എനിക്ക് നിന്നെയും തരുണിനെയും മനസ്സിലാവുന്നുണ്ട്. ഒട്ടും പിടികിട്ടാത്തത് തരുണിന്റെ അമ്മയാ. വേദ ചിരിച്ചിട്ട് പറയും, ഞാൻ എന്താണോ അത് തന്നെ അമ്മയും. എൻ്റെ കുഞ്ഞിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു അഭയത്തിന് ശ്രമിച്ചതുപോലെ അവരുടെ മകന്റെ മനസ്സിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവരും ശ്രമിച്ചു. രണ്ടമ്മമാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കളിച്ചൊരു നാടകം. സ്നേഹമാണോ സ്വാർത്ഥതയാണോ കൂടുതലെന്ന് കാലം തെളിയിക്കും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിശ്വം കടയിലേക്ക് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പോലീസ് ജീപ്പും ശ്രീകാന്തും കൂടെ വരികയാണ്. എന്താ സാറേ, എന്താണ് ഈ വണ്ടിയിൽ കടത്തുന്നത് ചോദിച്ച കേട്ടില്ലേ? വിശ്വം പറയും, പൊടികളാണ് സാറേ. അപ്പം സാബുയ്ക്കും, ഇപ്പൊ പലതരം പൊടികളാണ് കടത്തിക്കൊണ്ട് പോകുന്നത്, അതിലേത് പൊടിയാണെന്നാ ചോദിച്ചത്. അപ്പോഴേക്ക് ശബ്ദം കേട്ട് വിക്രമും ശ്രീചേർത്തിയും അങ്ങോട്ട് വരും. ശ്രീകാന്ത് പറയും, ചോദിച്ചു നിൽക്കാതെ വലിച്ചു വാരിയിട്ട് പരിശോധിക്കും സാറേ. വിക്രം ചോദിക്കും, എന്താ? സാബു പറയും, ഇന്നലെ നീ സൂത്രത്തിൽ രക്ഷപ്പെട്ടു, അങ്ങനെ വിട്ടുവിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് വിശദമായി പരിശോധിക്കാന്ന് കരുതി. വിശ്വം പറയും, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മസാല പൗഡറും കറി പൗഡറും ഒക്കെ വിറ്റ് ജീവിക്കുന്നവരാ ഞങ്ങൾ എന്ത് കടത്താനാ? സാബു പറയും, നീ കച്ചവടം ചെയ്യുന്നവനാന്നറിയാം. അപ്പൊ ഇപ്പോ വേറൊരു ചേരിന്ന് ഒരുത്ത എത്തിയിട്ടുണ്ടല്ലോ, അവന്റെ പഴയ ബിസിനസ് നിന്റെ ബിസിനസ്സിലുണ്ടോന്നൊരു സംശയം.
അപ്പൊ പിന്നെ നിന്നെ പരിശോധിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോഴേക്കും മാഷ് അങ്ങോട്ടെത്തും. അതെ സാറേ, വെറുതെ വൈരാഗ്യം വെച്ച് പെരുമാറരുത്. ഇവിടെ മാന്യം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു കുടുംബം ഉള്ളത്, അത് പോലീസാണല്ലോ തീരുമാനിക്കേണ്ടത്. ശ്രീജ പറയും, സാറേ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, ഇത് വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണ്, ഇവിടെ പോലീസും മറ്റും പരിശോധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഹൗസ് ഓണർ സമ്മതിക്കില്ല. പോലീസ് പറയും, അങ്ങനെ എല്ലാവരുടെ സമ്മതം കിട്ടിയിട്ടേ പോലീസിനെ ഇതൊക്കെ തുടരാൻ സമ്മതിക്കാൻ പറ്റുമോ? മാഷോയ്ക്ക് നിങ്ങൾ എന്ത് വർത്താണോ പറയണേ? എന്താ മാഷിന് പറഞ്ഞത് മനസ്സിലായില്ലേ? പുറത്തിറങ്ങിയ നിങ്ങളുടെ മകൻ ഈ ബിസിനസിന്റെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നുണ്ടെന്ന് ഒരു ഇൻഫോം കിട്ടിയിട്ടുണ്ട്. അതാ ഇങ്ങോട്ട് വന്നത്. ഇവിടെ മാത്രല്ല, നിങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനം ഉണ്ടല്ലോ, ഇതെല്ലാം പൊടിച്ചെടുക്കുന്ന മില്ലേ, അവിടെയും കയറി ഞങ്ങൾ പരിശോധിക്കും. എന്തെങ്കിലും കിട്ടിയാ കച്ചവടം ഞങ്ങൾ പൂട്ടിക്കും. കാണണോ? വിക്രം ചോദിക്കും. അപ്പൊ ഇന്നലെ പറഞ്ഞത് നടപ്പിലാക്കാൻ സാർ ഒരുങ്ങിക്കെട്ടി നടന്നിരിക്കല്ലേ? പോലീസുകാരൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ നീ പെട്ടെന്ന് സത്യസന്ധനും ശുദ്ധനും ആയെന്ന് പോലീസിന് ഉറപ്പിക്കണ്ടേ വിക്രം? മാഷറിയും, സാറേ കഴിഞ്ഞ 5 വർഷം എൻ്റെ മകനെ തടവിലിട്ടത് ചെയ്യാത്ത കുറ്റത്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കാനാ കോടതി ഉത്തരവിട്ടത്, അല്ലാതെ സംശയിക്കുന്ന ആൾക്കാരുടെ കൂടെ കൂടി നിരപരാധികളെ വീണ്ടും ശിക്ഷിക്കാനല്ല. ശ്രീകാന്ത് പറയും, പോലീസ് അവരുടെ ഡ്യൂട്ടി നടത്തട്ടെ, തടസ്സപ്പെടുത്താൻ നോക്കിയതുകൊണ്ട് അവര് പിന്മാറാൻ പോകുന്നില്ല. വിക്രം പറയും, അച്ഛൻ മിണ്ടാതിരിക്കേ. വിക്രം പറയും, ശരി നിങ്ങൾക്ക് പരിശോധിക്കാം, പക്ഷെ അതിനു മുമ്പ് പരിശോധിക്കുന്ന പോലീസുകാരുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടണം. ചിനി എന്താ പറഞ്ഞത്? വിക്രം പറയും, മനസ്സിലായില്ലേ? പരിശോധിക്കുന്നതിന് മുന്നേ നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ വന്നവരുടെയും കയ്യില് ഒന്നുമില്ലെന്നേ എനിക്കും എന്റെ ചേട്ടനും ഉറപ്പ് കിട്ടണം. അതിനുശേഷം നിങ്ങൾക്ക് ഈ വണ്ടി പരിശോധിക്കാൻ കിട്ടും. എന്നിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ സാബു 5 കൊല്ലം കാത്തു സൂക്ഷിച്ചു വെച്ച ആ പകയും വൈരാഗ്യവും എല്ലാം കെട്ടടങ്ങി ഒരു പഴം പോലെ നിൽക്കുകയാണ് ഞാനെന്ന് കരുതരുത്. ഇതിനുള്ളിൽ ഒന്നുമില്ലെന്ന് പറയുന്ന നിമിഷം താൻ എന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. പോലീസ് ആക്രമിച്ചതിനല്ല, നിങ്ങളെയും കൂട്ടി ഇങ്ങോട്ട് വന്ന ഈ പരനാറിയെ ഈ മുറ്റത്തിട്ട് അവസാനിപ്പിച്ചത്. എന്താ, റെഡിയാണോ? റെഡിയാണെങ്കിൽ വാടോ, ഏത് പോലീസുകാരനെയും പറഞ്ഞു വിട്, ബാക്കി ഞാൻ നോക്കിക്കോളാം. സാബു സാറ് ശ്രീകാന്തിനെ ഇങ്ങനെ നോക്കുമ്പോൾ ശ്രീകാന്ത് തല താഴ്ത്തും. അപ്പൊ വിക്രം ശ്രീകാന്തിന്റെ അടുത്ത് എന്നിട്ട് പറയും, നീ ഇതുവരെ ചെയ്തതൊന്നും മറന്നിട്ടല്ല ഞാൻ മിണ്ടാതെ നിൽക്കുന്നത്. നീ ഒരൊറ്റൊരാളുള്ളത് കാരണം ഈ ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ മറഞ്ഞു നിൽക്കുന്ന എന്റെ വേദയെ കണ്ടെത്തേണ്ട താമസമേ ഉള്ളൂ. ആ നിമിഷം മുതൽ എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉണ്ടാവുള്ളൂ. അതുവരെ അല്പ ആയുസ് കൂട്ടി കിട്ടണമെങ്കിലേ നീ നിന്റെ പട്ടാളങ്ങളെ കൂട്ടി പോവാൻ നോക്ക്. ഡാ എന്ന് വിളിച്ച് സാബു വരുമ്പോഴേക്കും ശ്രീകാന്ത് അവിടുന്ന് പോവും. അപ്പൊ വിക്രം പറയും, 5 വർഷം വെറുതെ നിന്ന് തിന്നിട്ടല്ല വിക്രം പുറത്തേക്ക് ഇറങ്ങിയത്, മനസ്സും ശരീരവും നല്ലതുപോലെ ഉറപ്പിച്ചെടുത്തിട്ടാ. കുറെ കാലം അനങ്ങാതെ കിടന്നത് ഓർമ്മയുണ്ടാവുമല്ലോ സാബു സാറിന്, അതുകൊണ്ട് ഈ സീൻ കൂടുതൽ വഷളാക്കാതെ പോവാൻ നോക്ക്. ശ്രീകാന്ത് വണ്ടി എടുത്ത് പോകുന്ന കാണുമ്പോ വിക്രം പറയും, കൊട്ടേഷൻ തന്ന ആള് സ്ഥലം വിട്ടു, ഇനി നിക്കണോ? അപ്പൊ സാബു പറയും, നീ എണ്ണിക്കോ, നിനക്ക് അധിക ദിവസമില്ല, വന്നോടത്തേക്ക് തന്നെ നിന്നെ തിരിച്ചെത്തിക്കും. വിക്രം പറയും, സന്തോഷം, പക്ഷെ അതിനു മുമ്പേ നിന്റെ പെണ്ണും പിള്ളയുടെ കുറച്ചു കാലത്തേക്ക് വെള്ളയിട്ട് നടക്കേണ്ടി വരുന്നു പറഞ്ഞേക്ക്. അല്ല, അങ്ങനെ ഒരു ആചാരത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. അത് കേൾക്കുമ്പോ തന്നെ സാബു സാറേ കൂടെ വന്ന പോലീസുകാരെയും കൂട്ടി അവിടെ നിന്ന് പോവാട്ടോ. അവര് പോയി കഴിഞ്ഞാ വിഷ്ണു ചോദിക്കും, എന്താടാ ഇതൊക്കെ? വിക്രം പറയും, ഏട്ടൻ പേടിച്ചോ, എന്നാ ഏട്ടൻ ഇനി അധിക ദിവസം ഇങ്ങനെ പേടിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ് മാഷിന്റെ അടുത്തേക്ക് പോകുമ്പോ മാഷ് പറയും, അവരിതുകൊണ്ടൊന്നും അവസാനിപ്പിക്കില്ല. വിക്രം പറയും, അറിയാം, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും ആലോചിക്കുന്നുണ്ട്. ശ്രീജയെ നോക്കിയിട്ട് പറയും, അപ്പുമോളില്ലാത്തത് നന്നായല്ലേ, ഇന്നിനി ഒന്നും ഉണ്ടാവില്ല, ഏട്ടത്തി മില്ലിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് വിക്രം അകത്തേക്ക് പോകും. വേദ സബ് ജയിലിലേക്ക് വന്നിരിക്കാട്ടോ. ഈ സമയം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉയർന്ന ഉദ്യോഗസ്ഥനോട് പറയും, തിരുനെൽവേദിയിലെ പുതുതായി ജോയിൻ ചെയ്ത സബ് കളക്ടർ കാണാൻ വന്നിരിക്കുന്നു. ഒഫീഷ്യൽ ആണോ? എന്താണാവോ വരവിന്റെ ഉദ്ദേശം? സാറിനെ നേരിട്ട് കാണാൻ വന്നതാ. ഞാൻ വരാന്ന് പറഞ്ഞ് വേദയുടെ അടുത്തേക്ക് പോവാം. അങ്ങനെ ചെന്ന് സല്യൂട്ടൊക്കെ ചെയ്ത് വേദയെ റൂമിലേക്ക് ക്ഷണിക്കാട്ടോ. അങ്ങനെ അവിടെ ഇരിക്കുമ്പോ അവര് പരസ്പരം ഒന്ന് പരിചയപ്പെടും. എനിക്ക് ഒരാളായിട്ട് സംസാരിക്കണം. ആരാണ് മാഡം? വിക്രം സുധാകരൻ. അപ്പൊ ആ പോലീസ് പറയും, കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട അതെ, ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആള് റിലീസായല്ലോ. വേദന ഞെട്ടും, റിലീസാവേ? അതെ, പുള്ളിയുടെ കേസ് റിട്ടയർഡ് ജഡ്ജ് മിസ്റ്റർ ശങ്കരനാരായണൻ സാറാണ് വാദിച്ചത്. 5 വർഷത്തോളം വെറുതെ തടവിൽ കിടന്നൊരു കേസായിരുന്നു അത്. എന്താണ് മാഡം? വേദ പറയും, ഒന്നുമില്ല, പുള്ളിയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ തരാം. വേണ്ട, എനിക്കറിയാം, എങ്കിൽ ഞാൻ വരട്ടെ, താങ്ക്സ് എന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ വേദ അവിടെ നിന്ന് ഇറങ്ങി കാറിൽ കയറി പോകുമ്പോ ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കാം. ഹലോ അച്ഛ, ഞാനാണേ. പറ വേദ. അച്ഛന്റെ സ്വരം എന്താ വളരെ ഡള്ളായിരിക്കുന്നേ? ഒന്നുമില്ല, നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? വേദ പറയും, അച്ഛാ വിക്രം എവിടെ ഉണ്ടെന്ന് എനിക്കറിയണം. അപ്പൊ ശങ്കരനാരായണൻ സേതുലക്ഷ്മി സംസാരിച്ച കാര്യങ്ങൾ ആലോചിക്കുക. ഒരവകാശം പറഞ്ഞ ഒരാളിനി വരരുത്. ഇതിങ്ങനെ ശങ്കരൻ ആലോചിക്കുക. വേദ വീണ്ടും വീണ്ടും ഹലോ എന്ന് ചോദിക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അച്ഛൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ശങ്കരൻ പറയും, നീ ഇനി അവനെ കാണണ്ട മോളെ. അച്ഛൻ എന്തേ പറയുന്നേ? ശങ്കരൻ പറയും, ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അവന്റെ പാട്ടിന് വിട്ടേക്ക്, ഞാൻ ഇത്തിരി തിരക്കില്ല, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. വേദന ഞെട്ടിപ്പോവും. ഹലോ
എന്ന് പറയുന്നുണ്ടെങ്കിലും ആ കോള് കട്ടാക്കൂട്ടോ. വേദയ്ക്ക് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് വേദ പോകുന്നത്. സേതുലക്ഷ്മി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ശങ്കരൻ ഇപ്പൊ ഇങ്ങനെ പെരുമാറുന്നത് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കാട്ടോ. ഈ സമയം മാഷ് സാധനം എന്തോ വാങ്ങിക്കണേ. ആ കടക്കാരൻ ഇങ്ങനെ എന്തൊക്കെയോ കാര്യമായിട്ട് പറയണ്ടേ. മോന് ജോലി ഒന്നും ആയില്ലേ മാഷേ? ആ പഴയ കൂട്ടുകാരനില്ലേ ശ്രീനിവാസൻ, അയാൾ വിചാരിച്ച അത് ജോലിയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ മാഷ് പറയും അയാൾ ഡൽഹിയിലാ, ഇപ്പോൾ ബന്ധമൊന്നുമില്ല. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിക്രമിന്റെ കാറിന്റെ മുന്നിൽ ശ്രീകാന്ത് വന്ന് നിർത്തി വിക്രമിന്റെ അടുത്ത് ചെന്ന് നിൽക്കും. എന്താടാ മനസ്സിലായില്ലേ നിനക്ക്? എന്റെ തന്ത പണിയും രാജിവെച്ച് നിന്നെ പുറത്തിറക്കിയതുകൊണ്ടാ, അല്ലെങ്കിൽ നിന്നെ എന്നെ ആ ജയിലിനുള്ളിലിട്ട് തീർത്തേനെ. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയപ്പോ നീ രക്ഷപ്പെട്ടു. ഒന്നോർത്താ നന്നായി. ഇപ്പോ വാക്കറിൽ തള്ളി നീങ്ങുന്ന നിന്റെ തന്തയുടെ മുന്നിൽ വെച്ച് തന്നെ കണക്കൊക്കെ തീർക്കാലോ അല്ലേ? വിക്രം ഇങ്ങനെ ചുറ്റും നോക്കുമ്പോ ശ്രീകാന്ത് പറയും നോക്കണ്ട, ചുറ്റിലും ആളുണ്ട്, വേണ്ടത്ര ആളുണ്ട്. ഏൽപ്പിച്ച കാര്യങ്ങൾ തീർത്തിട്ടേ അവന്മാര് പോകൂ. വിക്രം പറയും ആയിക്കോട്ടെ, എന്നെങ്കിലും ഒരിക്കൽ വേദ തിരിച്ചു വന്നിട്ട് നീയുമായിട്ട് തീർക്കാൻ ഞാൻ മാറ്റി വെച്ചൊരു കണക്കുണ്ടായിരുന്നു. അത് പക്ഷേ നീ ഇപ്പൊ നേരത്തെ വന്ന് വാങ്ങിക്കാൻ തീരുമാനിച്ചു, അപ്പൊ പിന്നെ വീട്ടാതെ തരവില്ലല്ലോ എന്ന് പറഞ്ഞത് കേട്ട് നിൽക്കുന്നതിന് മുന്നേ തന്നെ ശ്രീകാന്തിന് അടി കിട്ടും. അങ്ങനെ നന്നായിട്ട് ഇടിക്കുന്നു കേട്ടോ. അപ്പോഴേക്കും ഗുണ്ടകളൊക്കെ ഓടി വന്ന് വിക്രമിനെ മാറ്റി പിടിക്കൂട്ടോ. ശ്രീകാന്ത് പറയും ഈ ജീവൻ പോലും ബാക്കി ഉണ്ടാവരുത്, ബാക്കി പോലീസ് നോക്കിക്കോളും എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവിടെ നിന്ന് പോകും. അങ്ങനെ ശ്രീകാന്ത് പോയി കഴിയുമ്പോഴായിരിക്കും കടക്കാരൻ മാഷെ നോക്ക്, മാഷ് ഇത് കണ്ട് മോനെ എന്ന് വിളിച്ച് അടുത്തേക്ക് പോകും. അപ്പണ്ടാവും എല്ലാവരും കൂടെ വിക്രമിനെ തല്ലി ചതയ്ക്കുന്നേ. വിക്രം അവനൊന്നും ചെയ്യില്ലേ, മാറ് എന്ന് പറഞ്ഞ എല്ലാവരെയും മാറ്റി നിർത്താൻ നോക്കും. അച്ഛൻ പൊക്കോ, ഇത് എനിക്കുള്ള പണി. അതില് ഒരുത്തൻ മാഷിനെ അടിക്കും. അത് കണ്ടു നിൽക്കാൻ വിക്രമിനാവില്ല, എല്ലാത്തിനും തട്ടി മാറ്റി അച്ഛാ എന്ന് വിളിച്ച് മാഷിന്റെ അടുത്തേക്ക് പോയി മാഷിനെ എഴുന്നേൽപ്പിക്കാൻ നിൽക്കുമ്പോ ഒരാൾ ബാക്കിലൂടെ വന്ന് തല്ലാട്ടോ. ഒരൊറ്റ തല്ലേ അവന് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. വിക്രം അവനെ ചവിട്ടി തെറിപ്പിച്ച് മാഷെ എണീപ്പിച്ച് നിർത്തി വാക്കിംഗ് സ്റ്റിക്ക് കൈ കൊടുത്ത് മാറ്റി നിർത്തും. അങ്ങനെ അവിടെയുള്ള എല്ലാത്തിനെയും അടിച്ചോടിക്കും. മാഷ് വേണ്ടടാ എന്നൊക്കെ പറയണ്ടട്ടോ. അങ്ങനെ അവന്മാര് ഓടുമ്പോ പിന്നാലെ ചെന്ന് എല്ലാത്തിനും ഇടിച്ച് പഞ്ഞിക്കിടണേ. അപ്പോഴേക്കും അവിടെ ബ്ലോക്ക് ഔട്ടോ. ഈ സമയം വേദയുടെ വണ്ടി നേരെ വിക്രമിന്റെ മുന്നിലാവും വന്ന് നിൽക്കട്ടോ. വേദ വിക്രമിനെ കാണുമ്പോൾ ഞെട്ടിപ്പോകും. വേദ ആകെ ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ ഡ്രൈവർ പറയും ഏതോ ഗുണ്ടാ സംഘമാണെന്ന് തോന്നുന്നു മാഡം. അപ്പോഴേക്കൊരു പോലീസ് ജീപ്പും അങ്ങോട്ട് വരും. ആ സാബു പോലീസിന്റെ ആൾക്കാർ വന്ന് വിക്രമിനെ ബലമായി പിടിച്ചോണ്ട് പോവാട്ടോ. ആ ഗുണ്ടകളെ പിടിച്ചോണ്ട് പോകുന്നില്ല. വേദ ഇതൊക്കെ കണ്ട ആകെ ഷോക്ക് ആവുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കട്ടോ. അതിനുശേഷം പിന്നീട് രാത്രിയാട്ടോ. വിഷം വിക്രമിനെ പുറത്തിറക്കി കൊണ്ടുവരികയാണ്. ശ്രീ ചോദിക്കും എന്താ ഇത്ര വൈകിയേ? പറയാം. മാഷ് ചോദിക്കും മുറിവ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇത് എന്തൊരു വിധിയടാ നിന്റെ എന്ന് പറഞ്ഞ് മാഷ് വിക്രമിനെ ചേർത്ത് പിടിക്കും. അച്ഛൻ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ, ഇതിനേക്കാളും വലുത് നേരിടേണ്ടി വരും എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ചില തീരുമാനങ്ങൾ എടുത്തേ മതിയാവും. വിശ്വത്തിനെയും ശ്രീജയും നോക്കിയിട്ട് അച്ഛൻ വാ പറയാം. അങ്ങനെ പിന്നീട് ഇവരകത്തു പോയിരുന്ന് സംസാരിക്കാട്ടോ. എല്ലാരും ഒരു ശൂന്യത. വിക്രം ചോദിക്കും എന്താ ഒന്നും ആരും പറയാത്തത്? അപ്പു വന്നിട്ട് പറയും എന്താ ചെറിയച്ചൻ ഈ പറഞ്ഞത്? അച്ചാച്ചനെ കുട്ടി ചെറിയച്ചൻ എങ്ങോട്ട് പോവാനാ? വിക്രം പറയും അതല്ലാതെ വേറൊരു വഴിയില്ല മോളെ. അപ്പു പറയും ഒന്നോ രണ്ടോ ഗുണ്ടകളും പോലീസുകാരും എന്തോ പറഞ്ഞ് ഇറങ്ങി തിരിച്ചു കരുതി ഇട്ടേച്ച് ഓടിപ്പോവാൻ നോക്കാണോ? എങ്കിൽ പിന്നിൽ എവിടെ നിന്നാലും ഓടേണ്ടി വരില്ലേ? ശ്രീജ പറയും അതെ, അപ്പു പറഞ്ഞതാ ശരി. എത്ര നാളെന്ന് കരുതി എങ്ങനെ ഓടി ഒളിക്കാം? ഈ ഇൻസ്പെക്ടർക്ക് മുകളിലും ഉദ്യോഗസ്ഥരുണ്ടല്ലോ, നമുക്ക് കേസ് മൂവ് ചെയ്യാം. വിക്രം പറയും ഏട്ടത്തി പറയുന്നത് ശരിയാ, ശല്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചവർക്ക് എപ്പോ വേണമെങ്കിലും അത് ഉണ്ടാക്കാം. ഇത്രയും കാലം സ്വസ്ഥമായിട്ടാ നിങ്ങൾ ജീവിച്ചത്, ഇനി ഞാൻ കാരണം ആ സ്വസ്ഥത നഷ്ടപ്പെടാൻ പാടില്ല. അപ്പു പറയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വിശ്വത്തിന്റെ അടുത്ത് എന്നിട്ട് പറയും അച്ഛാ ചെറിയച്ഛനോട് പോവല്ലേ എന്ന് പറ. വിശ്വം മിണ്ടാതിരിക്കുമ്പോ വിക്രം പറയും നിന്റെ അച്ഛനെയാ ഞാൻ ആദ്യം പറഞ്ഞു മനസ്സിലാക്കിയത്. വിശ്വേട്ടൻ എതിര് പറയില്ല. ശ്രീചേട്ടത്തി കാര്യങ്ങൾ നമുക്ക് കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കണം. അപ്പുമോള് പഠിക്കുകയാണെ, അവൾക്ക് എൻട്രൻസ് കിട്ടും. ഇനിയും പഠിക്കാനുണ്ടാവും. സ്വസ്ഥമായിരുന്നു പഠിക്കാൻ ഒരിടം വേണം. ഇങ്ങനെ ഹാളിൽ ഇരുന്ന് പഠിച്ചും ഇവിടെ തന്നെ ഉറങ്ങിയും ഇവളിങ്ങനെ കഷ്ടപ്പെടാൻ പാടില്ല. അപ്പു പറയും നല്ല കാര്യായി. അപ്പൊ എന്നെ ഓർത്തിട്ടാണോ? നീ ഒന്നും മിണ്ടാതെ നിൽക്കപ്പോ. ഞാൻ പറയട്ടെ, നിനക്ക് നിന്റെ പ്രൈവസി വേണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല, പക്ഷേ എനിക്ക് നിർബന്ധമുണ്ട്. ശ്രീകാന്ത് ഇനിയും വെറുതെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അയാൾ ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഈ ചെറിയ ബിസിനസ് കൊണ്ട് നിങ്ങൾ തന്നെ രണ്ടറ്റം മുട്ടിക്കാൻ കഷ്ടപ്പെടുക. അതിന്റെ കൂടെ ഇത് ബാധിക്കാൻ പാടില്ല. എന്തായാലും ഇത്രയും എത്തിയില്ലേ, ഇനിയും വളരണം. എന്റെ എന്തെങ്കിലും കാര്യം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാ എനിക്കിത് സഹിക്കാനാവില്ല. എനിക്ക് മാത്രമല്ല, എന്തെങ്കിലും ഒരിക്കൽ വേദ അറിയുമ്പോൾ അവൾ എന്നോട് ചോദിക്കും ഞാൻ എന്താ ഈ തീരുമാനം എടുക്കാഞ്ഞതെന്ന്. ഇവിടുന്ന് കുറച്ച് അല്പം മാറിയൊരു സ്ഥലം, അവിടെ ഞാനും അച്ഛനും നിൽക്കാം. ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് വരാം, ഞങ്ങൾക്ക് ഇങ്ങോട്ടും വരാലോ. നിങ്ങൾ ആരും എതിര് പറയരുത്. പക്ഷെ ചെറിയച്ച മാഷ് വിളിക്കും. അപ്പോ ചെറിയച്ചൻ പറഞ്ഞതാ ശരി, അത് മതി എന്ന് പറഞ്ഞ് മാഷ് പോകും. കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞ വിക്രവും വിശ്വത്തോട് അപ്പു പറയും ഇത് വലിയ കഷ്ടാണ്, നമുക്ക് പ്രശ്നമാവുന്ന കരുതിയാ ചെറിയച്ചൻ അച്ചാച്ചനെ കൂട്ടി പോകാൻ പോകുന്നത്. വിശ്വം അപ്പുവിനെ ചേർത്തിട്ട് നിർത്തിയിട്ട് പറയും അവനൊരിക്കലും ആർക്കും ബാധ്യതയായിട്ടില്ല മോളെ, എന്നും സ്വന്തം കാലിൽ നിന്നിട്ടേ ഉള്ളൂ. ഇങ്ങനൊരു തോന്നൽ നമ്മുടെ ആരുടെയെങ്കിലും ഉള്ളില് എപ്പോഴെങ്കിലും ഉണ്ടായിന്നറിഞ്ഞു അതവനെ സഹിക്കില്ല.
ആ ഒരു അവസരം അവൻ മുൻകൂട്ടി കണ്ടുവെന്നേ ഉള്ളൂ. ഒരുപാട് അകലെയല്ലല്ലോ, എപ്പോഴും അടുത്തുണ്ടാവും. അത് മതി എന്ന് പറഞ്ഞ് മോളെയും ചേർത്ത് പിടിക്കും. വിശ്വത്തിനും സങ്കടമുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ കരയാണേ. സേതുലക്ഷ്മി വന്നിട്ട് വയ്ക്കും, എന്താ മോളെ ഇനി അതോർത്ത് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അതല്ല അമ്മേ, ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒരു മാറ്റവും ഇല്ലാതെ തെരുവിൽ കിടന്നൊരു ഗുണ്ടയെ പോലെ അടി ഉണ്ടാക്കുന്നത് കണ്ടപ്പോ പിന്നെ മോളെന്താ കരുതിയത് ജയിലിൽ വെച്ച് മാനസാന്തരപ്പെട്ട് വേറൊരു മനുഷ്യനായി മാറിയിട്ടുണ്ടാവുന്നാണോ? മോള് പറഞ്ഞ അറിവേ എനിക്ക് അയാളെ കുറിച്ചുള്ളൂ. മോള് കരുതുന്ന പോലെ പൂർണ്ണമായി അയാൾക്ക് മാറാൻ പറ്റുന്നേ എനിക്ക് തോന്നുന്നില്ല. കുറച്ചു കാലം കണ്ടതാണ് ശരിയെന്ന് മോൾ ഉറപ്പിച്ചതാണെങ്കിലോ ഗൗരി മോൾക്ക് ഇതാണ് അച്ഛനെന്ന് പറഞ്ഞ് അയാളെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? വേദ പറയും, പക്ഷേ അതല്ലേ യാഥാർത്ഥ്യമ്മേ. അത് അവളുടെ കുഞ്ഞു മനസ്സിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നേ മോൾ ആലോചിച്ച് നോക്ക്. പോലീസുകാരന്റെ മകളാണെന്ന് അഭിമാനിച്ച് നടന്നവൾ ജയിൽ പുള്ളിയുടെ മകളായിരുന്നു എന്നുള്ള സത്യം ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിലാണോ അവൾ? എന്നരുതി ജീവിതകാലം മുഴുവൻ അവളോട് പറയാതിരിക്കണം എന്നല്ല പറഞ്ഞത്. വേദക്ക് അറിയാൻ തുടങ്ങാം അത് ഉൾക്കൊള്ളാനുള്ള മെച്യൂരിറ്റി ആവുന്നത് വരെയെങ്കിലും അത് പറയാതിരിക്കുന്നതല്ലേ മോളെ നല്ലത്. ഞാൻ നിർബന്ധിക്കുന്നതല്ല, മോൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ഈ സമയം ഇത് തരുൺ അറിയാതിരിക്കുന്നതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. ഇത് മോള് പുറത്തു പറയുന്നതോടെ വിക്രമും അതറിയും. അയാളുടെ മകളെ വേണമെന്ന് തർക്കിക്കും. കേസ് കോടതിയിലാകും. നിയമപ്രകാരം ഇപ്പോഴും നീ അയാളുടെ ഭാര്യയാണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കുഞ്ഞ് അയാളോടൊപ്പം കഴിയട്ടെ എന്ന് കോടതി വിധിച്ച ഇങ്ങനെ അടിയും പിടിയുമായി നടക്കുന്ന ഒരാളുടെ മകളായി അവളെ വളർത്താനാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്, ഇത്രയും നുണകൾ പറഞ്ഞത്? വേദ സങ്കടത്തിൽ കരയും. കരയില്ല മോളെ, എല്ലാം ശരിയാവും. തൽക്കാലം ഈ ജീവിതം ഇങ്ങനെ തന്നെ പോട്ടെ, ഒരു വഴി ഈശ്വരൻ കാണിച്ചു തരും എന്ന് പറഞ്ഞ സേതുലക്ഷ്മി അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോ വേദ അവിടെ ഇരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസമാണ്. തരുൺ രാവിലെ കാറിൽ എവിടെയോ പോയി വന്നിരിക്കുക. മോളെ എന്ന് വിളിച്ച് വേദയുടെ റൂമിൽ വരൂ കേട്ടോ. എന്നാ വേദ നല്ല ഉറക്കാം. അങ്ങനെ ആ വിളി കേട്ട് വേദ എണീക്കും. അങ്ങനെ മോളെ ഗൗരിമോളെ എന്ന് വിളിച്ച് നടക്കുമ്പോ അമ്മ പറയും, ഞാൻ ഗൗരിമോളെ കുളിപ്പിക്കാണേ. അപ്പൊ ഗൗരിമോളെ, അച്ഛാ അമ്മയോട് എനിക്ക് പാലുണ്ടാക്കി വെക്കാൻ പറയും. അതിനെന്താ, അച്ഛനുണ്ടാക്കാലോ. അങ്ങനെ അച്ഛനുണ്ടാക്കാലോ എന്ന് പറഞ്ഞ് തരുൺ ഉണ്ടാക്കാനായി പോട്ടോ. അങ്ങനെ കുഞ്ഞിനെ സേതുലക്ഷ്മി കുളിപ്പിക്കാട്ടോ. അപ്പൊ ചോദിക്കും, അച്ഛൻ ഒരു കാര്യം ചോദിക്കട്ടെ, മോൾക്ക് അച്ഛനെയാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം? രണ്ടുപേരെയും. എന്നാലും അച്ഛൻ ഫോൺ തരാത്തപ്പോ അമ്മേനെ, അമ്മ ഹോംവർക്ക് ഒക്കെ എഴുതാൻ പറയുമ്പോ അച്ഛനെയാണ് ഇഷ്ടം. ആഹാ അമ്പടി കള്ളി പെണ്ണേ. അങ്ങനെ തലയൊക്കെ തുടച്ചു കൊടുക്ക. അപ്പോഴേക്കും തരുൺ മോൾക്കുള്ള പാലുണ്ടാക്കും. അവരുടെ വീട്ടിലെ പഴയ സെർവന്റ് തന്നെ ആട്ടോ ഇപ്പൊ ഉള്ളത്. പറഞ്ഞ ഞാൻ ഉണ്ടാക്കിയിരുന്നല്ലോ എന്ന് അവര് പറയുമ്പോഴേക്കും തരുൺ അത് ഉണ്ടാക്കി കഴിഞ്ഞു. അതിനിവിടെ ആരെയും കണ്ടില്ലല്ലോ, എവിടെ പോയതായിരുന്നു എന്നൊക്കെ ചീത്ത പറയണുണ്ട് കേട്ടോ. അങ്ങനെ തരുൺ കോഫി ഇട്ടാക്കി പോട്ടോ. അങ്ങനെ ആ ചേച്ചി മോക്കുള്ള പാലൊക്കെ റെഡിയാക്കാം. അങ്ങനെ തരുൺ അവിടെ വന്ന് ചായ കുടിക്കുമ്പോ വേദനെ വിളിക്കും. വേദ. അങ്ങനെ വേദ അങ്ങോട്ട് വരികയാണേ. തരുൺ പറയും, നമുക്ക് നാളെ നാട്ടിലേക്ക് മാറി നിന്നാലോ? അമ്മ ഞെട്ടും. തിരുവനന്തപുരത്ത് വീട്ടിലേക്കോ? ഏതായാലും അത് അടഞ്ഞു കിടക്കല്ലേ, ശരിക്കും ഒരു ചേഞ്ചും ആവും. സേതുലക്ഷ്മി ഞെട്ടിയിട്ടുണ്ട് കേട്ടോ. അതേതാ വേറൊരു വീട് എന്ന് ഗൗരി ചോദിക്കുമ്പോ, അങ്ങനെ ഒരു വീടുണ്ട്, മോള് കാണാത്തൊരു വീട്. മോളുടെ അച്ചാച്ചന്റെ വീടാണ്. ഇനി കുറെ കാലം മോൾ അവിടെയാ പഠിക്കാനും ജീവിക്കാനും പോകുന്നത്. അത് വേദയ്ക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അതുപോലെ സേതുവിനും. സേതുലക്ഷ്മി ചോദിക്കും, അവിടെയോ? അപ്പൊ നിങ്ങളോ, നിങ്ങളുടെ ജോലിയോ? അപ്പൊ തരുൺ പറയും, ജോലി ഇവിടെ തന്നെയാ. ഞങ്ങൾ രണ്ടാളും ആഴ്ചയിൽ അവിടെ വന്ന് കണ്ടാ പോരെ, അവിടെ ആകെ താഴ്മാറായി കിടക്കല്ലേ. അപ്പോ തരുൺ പറയും, അതിന്റെ ജോലിയൊക്കെ തുടങ്ങിയമ്മേ, നമ്മൾ ചെല്ലുമ്പോഴേക്കും വൃത്തിയായി വെച്ചിട്ടുണ്ടാവും. അത് വേദയ്ക്ക് ഒട്ടും ഇഷ്ടായിട്ടില്ല കേട്ടോ. കുട്ടിക്ക് ഇഷ്ടാവും. ഇനി മുതൽ ഗൗരിമോൾ അവിടെയാണോ പഠിക്കുക? അതുപോലെ ഗൗരി പറയും, അച്ഛനും അമ്മയും കൂടെ വേണം, നോക്കാം എന്ന് പറഞ്ഞ് തരുൺ അവിടെ നിന്ന് പോകും. വേദയുടെ മുഖം പറഞ്ഞത് സേതുലക്ഷ്മി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുഞ്ഞിനോട് പാല് കൊടുക്കാൻ അവിടുത്തെ സെർവന്റിനോട് പറഞ്ഞിട്ട് വേദയെ കൂട്ടി അകത്തേക്ക് പോകും. വേദമോള് വാ. മോൾ എന്തെങ്കിലും അവനോട് സൂചിപ്പിച്ചിരുന്നോ? വേദ പറയും, ഇല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണാവോ ഇത്രയും കാലം തോന്നാത്തൊരു തോന്നൽ അവൻ ഇപ്പൊ തോന്നാൻ? ഇനി മോള് തിരുവനന്തപുരത്തേക്ക് പോയത് അവൻ അറിയാമോ? ഇല്ല, ഒരു ഒഫീഷ്യൽ ട്രിപ്പ് ഉണ്ടെന്ന് മാത്രമേ അറിയൂ. എങ്ങോട്ടാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പോലീസല്ലേ, ആരെങ്കിലും മുഖേന അത് അറിഞ്ഞു കാണുന്ന. അങ്ങനെ അറിയേണ്ട കാര്യമൊന്നും ഇല്ല. മോളുടെ തിരുവനന്തപുരത്തെ വെയർബോർഡ്സിനെ കുറിച്ച് അവൻ എന്തെങ്കിലും സൂചനയുണ്ടോ? ഇല്ല അമ്മേ. എന്താ അങ്ങനെ ചോദിച്ച്? നമ്മൾ അവനിൽ നിന്നും മറച്ചു വെച്ച രഹസ്യങ്ങൾ എങ്ങനെയെങ്കിലും അവൻ അറിയാൻ സാധ്യതയുണ്ടോന്നൊരു തോന്നൽ. വേദയ്ക്കും അമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ കാരണമൊന്നുമില്ല. ഉള്ളില് കള്ളത്തരം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നതും ആവാം. അങ്ങോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് മോൾക്ക് പേടിയൊന്നുമില്ലല്ലോ. ജോലിയുടെ ഭാഗമായിട്ട് ഒരു ട്രാൻസ്ഫർ ഉണ്ടായാൽ ആ നഗരത്തിലേക്ക് തിരിച്ചു പോകണമായിരുന്നു എന്ന് എനിക്കറിയാം. ബാക്കിയുള്ള ചില കണക്കുകൾ അവിടെ ഇട്ടിട്ട് മുടങ്ങിയതല്ലേ ഞാൻ. അത് പക്ഷെ മോള് വലുതായി അവൾക്ക് പ്രായപൂർത്തിയായിട്ട് മതിയെന്നാ വിചാരിച്ചത്. ഇതിപ്പോ നേരത്തെ ആയിപ്പോയി. അതിന്റെ ഒരു മരവിപ്പേ ഉള്ളൂ. എന്തൊക്കെയാണോ നമ്മൾ മോളിൽ നിന്നും തരുണിൽ നിന്നും മറച്ചു വെച്ചത് അത് അവരെ തേടി വരികയാണെന്ന് തോന്നാണ് എനിക്ക്. സേതുലക്ഷ്മി ഞെട്ടുന്നുണ്ടേ. വേദ പറയും, ഒരു ഒഴുക്കിൽ അങ്ങ് നീന്തിയാലല്ലേ അമ്മ, എവിടെയാണോ ചെന്നെത്തേണ്ടത് അവിടെ തന്നെ അത് എത്തിക്കോളും. വിക്രം മാഷിനെ കൂട്ടി വിശ്വത്തിന്റെ വീട്ടിൽ നിന്ന് യാത്രയാവാട്ടോ. സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് എല്ലാവരോടും യാത്ര പറയണേ. വിശ്വം കരയുന്നുണ്ട് കെട്ടിപ്പിടിച്ച്. അങ്ങനെ മാഷിനോടും
എല്ലാവരോടും മൗനമായിട്ട് യാത്ര പറഞ്ഞ് എല്ലാവരും തമ്മിലൊന്ന് ചേർത്ത് പിടിച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പുവിനാണ് കൂടുതൽ സങ്കടം. വിശ്വത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കരഞ്ഞോണ്ട് അകത്തേക്ക് പോകും. ഇവരിങ്ങനെ നോക്കി നിൽക്കണേ, രണ്ടുപേരും സങ്കടത്തിലാട്ടോ. പിന്നീട് കാണിക്കുന്നത് വേദ തിരികെ നാട്ടിലേക്ക് വരികയാണേ മോളോടൊപ്പം. വേദയുടെ മുഖത്തൊട്ടും സന്തോഷമല്ല കേട്ടോ. തരുൺ ഇതിങ്ങനെ മിററിലൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പുറപ്പെടുമ്പോഴേ ശ്രദ്ധിച്ചതാ. എന്ത് പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും? വല്ല അസുഖമുണ്ടോ? അമ്മ അറിയും. ഇല്ല. എന്നെയും മോളെ അവിടേക്ക് തിരിച്ചു വരുന്നതില് വേദയ്ക്കൊരു ടെൻഷൻ, അതാണ്. അപ്പോ തരുൺ പറയും, മോളെ ഒറ്റയ്ക്കില്ലല്ലോ, അമ്മയുണ്ടല്ലോ. ചിലർ ഈ പ്രായത്തില് കുഞ്ഞുങ്ങളെ ബോർഡിങ്ങിലാക്കുന്നു, എന്നിട്ടാണോ? അപ്പൊ മോള് പറയും, എനിക്കിഷ്ടം അവിടെ നിൽക്കാൻ. തരുൺ പറയും, കണ്ടില്ലേ, അത്രേ ഉള്ളൂ. ശേഷം പിന്നീട് കാണിക്കുന്നത് ഒരു കാറ് ഒരു വീട്ടുമുറ്റത്ത് എത്തട്ടോ. മാഷും വിക്രവുമാണ് അവിടെ താമസിക്കാൻ വന്നിരിക്കുക. അങ്ങോട്ടേക്ക് ഒരു പുതിയ കഥാപാത്രം കൂടെ വരുന്നുണ്ട്. അങ്ങനെ ആ ഹൗസ് ഓണർ മോളെ വിളിച്ചിട്ട് പരിചയപ്പെടുത്തും. ഒരു മാഷും മോനും താമസിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവരാണ്. സാധനങ്ങളൊക്കെ മാഷു പറയും, അങ്ങനെയൊന്നുമില്ല, കുറച്ച് പെട്ടികളേ ഉള്ളൂ, ബാക്കി സാധനം വാങ്ങിക്കണം. അകത്തേക്കുള്ള വഴി ഏതാ? അപ്പോ ആ ചേട്ടൻ പറയും, ഒരു വീട് തന്നെയാ, 2 ഭാഗങ്ങളുണ്ടെന്നേ ഉള്ളൂ. നടുക്കത്തെ വാതിലാ ഉള്ളത്, അത് പൂട്ടിയാലേ അപ്പുറത്ത് നിങ്ങളുടെ വീടായി, ഇത് ഞങ്ങളുടെ. വിക്രം പറയും, ഞങ്ങൾ എന്നാ പുറകിലൂടെ വരാം. അപ്പൊ ആ ചേട്ടൻ പറയും, വേണ്ട, ഇതിൽ തന്നെ കയറിക്കോളൂ, വാ മാഷേ എന്ന് പറഞ്ഞ് മാഷെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റുക. അങ്ങനെ അകത്ത് കയറി മാഷ് ഇങ്ങനെ നോക്കട്ടോ സ്ഥലമൊക്കെ. ഹൗസ് ഓണർ പറയും, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി, അത്യാവശ്യം ചിലതൊക്കെ ഇവിടെ ഉണ്ട്. ഈ സമയം അയാളുടെ മോള് വിക്രമിനെ എങ്ങനെ ശ്രദ്ധിക്കുക. ആ കുട്ടിക്ക് വിക്രമിനൊരു നോട്ടമുണ്ട്. അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് വേദയും തരുണും അവരുടെ വീട്ടിലെത്തിയിരിക്കട്ടോ. മോൾക്ക് ആ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നുണ്ട്. നല്ല വീട്. തരുൺ ചോദിക്കും, എന്നാ നമുക്ക് ഇവിടെ കൂടിയാലോ, നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ താമസിക്കാം. മോൾ ഓടുമ്പോ, നിക്ക് മോളെ എന്ന് പറഞ്ഞ് വേദ പിന്നാലെ ചെല്ലുമ്പോ തരുൺ പറയും, നിൽക്ക് വേദ, അവൾ ഓടി കളിക്കട്ടെ, അവള് വീഴും. തരുൺ പറയും, വീണിട്ടും പൊട്ടിയിട്ടും തന്നെ എല്ലാ കുട്ടികളും വളരുന്നത്. വേദ പറയും, മറ്റുള്ള കുട്ടികളുടെ കാര്യമൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇവൾ അങ്ങനെ വീഴണ്ട. മോളെ എന്ന് വിളിച്ചു പോകുമ്പോ തരുൺ പിന്നാലെ എന്നിട്ട് പറയും, അവളെ പോയി വിളിക്കാൻ. അമ്മേ, ഗൗരിയുടെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവാ. ഭേദവയ്ക്കും, എന്ത് തീരുമാനങ്ങള്? തരുൺ പറയും, അത് ഞാൻ തീരുമാനിച്ചിട്ട് അറിഞ്ഞാ പോരെ. മോളെ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് തരുൺ പിന്നാലെ പോകും. ഭേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. സേതുലക്ഷ്മിനെ നോക്കുമ്പോ സേതുലക്ഷ്മി ഒന്നും അറിയാത്ത പോലെ അകത്തേക്ക് കയറിപ്പോവും. തരുൺ ഇങ്ങനെ കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കാട്ടോ. വേദ ദേഷ്യത്തിൽ നോക്കി ആ സേതുലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കും, അമ്മ എന്തൊന്നും മിണ്ടാതെ പോന്നത്? ഞാൻ എന്ത് മിണ്ടാനേ മോളെ? അമ്മേ, എന്റെ കുഞ്ഞിന്റെ കാര്യത്തില് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലെന്നായോ അമ്മേ? അമ്മേ, അത് എന്റെ മകളാ, എന്റെ മാത്രം മകള്. അമ്മ പറയും, ബയോളജിക്കലി നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയില് ആ കുഞ്ഞിനോട് തരുണ് അവളുടെ അച്ഛനല്ലെന്ന് പറയാൻ പറ്റുമോ? അവൾ അത് അംഗീകരിക്കും തോന്നുന്നുണ്ടോ? തരുൺ അത് എങ്ങനെ എടുക്കാന്ന് ആലോചിച്ചിട്ടുണ്ടോ? വേദയ്ക്കും, അപ്പൊ ഇനി എന്റെ കുഞ്ഞിന്റെ കാര്യത്തില് എനിക്ക് മറ്റുള്ളവര് പറയുന്നത് അനുസരിക്കേ നിവൃത്തിയുള്ളൂ, അതാണോ അമ്മ പറഞ്ഞത്? സേതു പറയും, നീ ഇപ്പൊ കാര്യങ്ങൾ കാണുന്നത് എന്റെയും നിന്റെയും എന്ന നിലയിലാണ്. ചിലപ്പോ തരുണിന്റെ തീരുമാനങ്ങൾ നിനക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് അതുകൊണ്ടും കൂടിയാണെങ്കിലോ. ഞാൻ നിന്നോട് അവൻ പറയുന്നതെല്ലാം ശരിവെച്ച് കൊടുക്കണം എന്നല്ല പറയുന്നത്, പക്ഷേ ഇക്കാര്യത്തിൽ അവൻ ചെയ്തത് മുമ്പൊരിക്കൽ നീ ചെയ്ത അതേ ശരിയല്ലേ മോളെ? വേദയ്ക്ക് മനസ്സിലാവുന്നില്ല. സേതുലക്ഷ്മി പറയും, രാധികയും കുഞ്ഞും ഇല്ലാതായപ്പോ ഗൗരിയെ നീ എന്നെ ഏൽപ്പിച്ചത് തരുണിനോടുള്ള സഹാനുഭൂതി കൊണ്ടല്ലല്ലോ. അന്ന് നിന്റെ പുറകെയായിരുന്നു ശത്രുക്കൾ. അന്ന് മോളെ രക്ഷിക്കാൻ നീ എന്തും ചെയ്യുന്നുള്ള നിലയിലായിരുന്നു. ഇപ്പൊ തരുൺ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അവനോട് ശത്രുതയുള്ളവരുടെ കയ്യിൽ നിന്നും ഗൗരി മോളെ രക്ഷിക്കാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് അവന് തോന്നുന്നുണ്ടെങ്കിലോ? ഒരിക്കൽ നീ ചെയ്ത് ശരി തന്നെയല്ലേ അവനിപ്പോ ചെയ്യുന്നത്? വേദമെല്ലാം കേട്ടിട്ട് പറയും, അമ്മയുടെ ആർഗ്യുമെന്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അമ്മ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ല കാര്യങ്ങള്. തമിഴ്നാട്ടിലേക്ക് പോണെന്ന് ദില്ലിയിൽ വെച്ച് പറഞ്ഞപ്പോ ഞാൻ എതിർത്തോ? ഇല്ലല്ലോ. ഇതങ്ങനെയല്ല, ഇത് തിരുവനന്തപുരമാണ്, ഗൗരിയുടെ അച്ഛന്റെ നാട്. വിക്രം ഇപ്പൊ പുറത്തുണ്ട്. ഉറപ്പായിട്ടും എന്റെ ആങ്ങള ശ്രീകാന്ത് വിക്രമിനെ കാര്യങ്ങൾ അറിയിക്കും. ഞാൻ ഗർഭിണിയായിരുന്നെന്നും ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ വിക്രം അന്വേഷിക്കാതിരിക്കുന്നു തോന്നുന്നുണ്ടോ? സേതുലക്ഷ്മി ചിരിക്കുമ്പോ വേദയ്ക്കും, അമ്മ എന്താ ചിരിച്ചത്? മോളെ, മക്കളെ കുറിച്ചുള്ള ആദിയിലെ എല്ലാ അമ്മമാരും ഇങ്ങനെയാ, എല്ലാ അമ്മമാരും. ഇനി എത്ര വലിയ കളക്ടർ ആണെങ്കിലും ആരന്വേഷിച്ചാലും ആശുപത്രി രേഖകളിൽ ഇവൾ തരുണിന്റെയും രാധികയുടെയും കുഞ്ഞല്ലേ. നിന്റെ സഹോദരനോ വിക്രമോ ആര് വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ. പലർക്കും ചോദിക്കാനുണ്ടാവാ, നീ എന്തിനീ വീട്ടിൽ ഈ കുഞ്ഞിന്റെ വളർത്തമ്മയായി വന്നു എന്നല്ലേ ചോദിക്കാനുണ്ടാവാ. അതിനുള്ളൊരു ഉത്തരം കണ്ടെത്തിയ പോരെ നമ്മൾ? അപ്പൊ ജീവിതകാലം മുഴുവനും ഞാൻ ഗൗരിയുടെ വളർത്തമ്മയായി കഴിയണോ? സേതുലക്ഷ്മി പറയും, അങ്ങനെയാണോ മോളെ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്? രാധികയുടെ എല്ലാ ഓർമ്മകളും ഒരു കുഞ്ഞു ഫോട്ടോ പോലും തരുണെടുത്ത് കളഞ്ഞത് അമ്മ എന്ന നിന്റെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാനല്ലേ? അത് ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് നിനക്ക് വേണ്ടിയല്ലേ വേദ? നീ കൂടുതൽ ചിന്തിച്ച് കാര്യം കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. രേഖകളിൽ എന്താണെങ്കിലും ഗൗരി നിന്റെ കുഞ്ഞാണ്. ആ സത്യം അവളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാലം അത്രയും ഇതെല്ലാം നമ്മൾ സഹിച്ചേ പറ്റുമോളെ. സ്വന്തം അല്ലാത്ത ചോരയ്ക്ക് വേണ്ടി എന്റെ കുഞ്ഞെ ജീവിതം ഹോമിച്ച് വെക്കുന്നില്ലേ? അതെങ്കിലും എല്ലാം അറിയാവുന്ന നമ്മൾ മനസ്സിലാക്കണ്ടേ മോളെ? എല്ലാം ശരിയാവും, സമയം അത് മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നീ ധൈര്യമായിട്ടിരിക്കേ എന്ന് പറഞ്ഞ് സേതുലക്ഷ്മി അവിടുന്ന് പോകും. വേദ വല്ലാത്തൊരവസ്ഥയില് അവിടെ നിന്ന് ഇങ്ങനെ സങ്കടത്തിൽ കരയാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ഇപ്പോൾ പുതിയ വീട്ടിലാണല്ലോ, അവിടെ കുക്ക് ചെയ്യാട്ടോ.
ഈ സമയം ആ വീട്ടിലെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ വാതിൽ തട്ടിയിട്ട് ജനവാതിൽ തുറന്നിട്ട് ഇങ്ങോട്ടൊന്ന് വരുമോ, ഈ ഡോറും തുറക്കോ. അങ്ങനെ വിക്രം വാതിലൊക്കെ തുറന്നു കൊടുക്കും. അടുക്കള പണിയിലായിരുന്നോ? വിക്രം പറയും അതെ, ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്കായിരുന്നു. പാത്രങ്ങളോ മറ്റോ വേണോ? വിക്രം പറയും വേണ്ട, ഇവിടെ ഉണ്ടല്ലോ അത്യാവശ്യത്തിന്, ബാക്കിയുള്ളത് പുറത്തു പോയി വാങ്ങിച്ചോളാം. ഇത് പിടിച്ചോ. എന്താ ഇത്? അപ്പൊ അവള് പറയും കുറച്ച് കടലക്കറിയാ, ഉപ്പുമാവിന്റെ കൂടെ നല്ലതാ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അപ്പൊ ആ കുട്ടി പറയും എല്ലാ ദിവസവും ഉണ്ടാവില്ല, ഇന്ന് ഇങ്ങോട്ട് വന്നു കയറിയ ദിവസല്ലേ അതുകൊണ്ടാ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വിക്രം അത് വാങ്ങിക്കും. ഞാൻ ആത്മജ, ആമിന്ന് വിളിക്കും വിക്രം. അങ്ങനെ അവർ കൈ കൊടുത്ത് പരിചയപ്പെടുമ്പോ ആത്മജ പറയും എനിക്ക് നിങ്ങളെ മുമ്പേ അറിയാം, ഭയങ്കര ഫേമസ് അല്ലേ. വിക്രം തല താഴ്ത്തു. അയ്യോ, മോശ അർത്ഥത്തിലല്ല, അല്ല ചെയ്യാത്ത കുറ്റത്തിന് 4-5 വർഷം കിടന്നതല്ലേ, അതിന്റെ ഒരു സെന്റിമെന്റൽ ഭാഗം ഉണ്ടല്ലോ, അതിലെ ആ അർത്ഥത്തിലാ പറഞ്ഞത്. ഈ ഓൺലൈൻ മീഡിയ ഒക്കെ വന്നതിന് ശേഷം എല്ലാം ന്യൂസ് അല്ലേ, സോറി ട്ടോ, സങ്കടം വരുന്ന കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കാൻ പറഞ്ഞതല്ല. വിക്രം പറയും എന്റെ ജീവിതം അങ്ങനെ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടി, എല്ലാം തിരിച്ചറിയും, അതിനെ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. ആമി അറിയും ഞാൻ ഡാർക്കാക്കിയല്ലേ. വിക്രം പറയും എന്ന് ചോദിച്ചാൽ കുറച്ച്. അപ്പൊ ആത്മജ പറയും തുറന്നു പറഞ്ഞതിൽ നന്ദി, ഇനി ശ്രദ്ധിച്ചോളാം. അപ്പോഴേക്കും ഒരു ഓട്ടോ വരും. മാഷി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിരിക്കുക, ഹൗസ് ഓണർ ഉണ്ട് കേട്ടോ കൂടെ. അങ്ങനെ വിക്രമും മാഷും അങ്ങേരും കൂടെ എല്ലാം അടുത്തേക്ക് എടുത്തു വെക്കുക. നീയാണോ ഈ വാതിൽ തുറന്നേ? ആ അതെ. അപ്പൊ ആ കുട്ടിയുടെ അച്ഛൻ പറയും ഇതിങ്ങനെ തുറന്നിട്ടാ അവർക്കൊരു പ്രൈവസി വേണ്ടേ. വിക്രം പറയും അടച്ചിട്ടതായിരുന്നോ, ഇപ്പൊ ഈ കുട്ടി എന്തോ കറി തരാൻ വേണ്ടി വിളിച്ചതാ, അതാ ഞാൻ തുറന്നത്. അപ്പൊ തന്നെ ആത്മജ പറയും കുട്ടിയല്ല ആത്മജ, വേണമെങ്കിൽ ആമയെന്ന് വിളിച്ചോ. പിന്നെ പ്രൈവസി, അച്ഛനെ മാഷക്കുട്ടി ഇങ്ങോട്ടല്ലേ കയറി വന്നത്, അപ്പൊ നമ്മുടെ പ്രൈവസിയും പോയില്ലേ. മാഷ് പറയും അത് ശരിയാ, ഇനി അപ്പുറത്തൂടെ ആവാൻ വരവും പോക്കും. അയ്യോ അങ്ങനെ സീരിയസ് ആക്കല്ലേ മാഷേ. അവൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ആത്മജ പറയും അതെ, വർഷത്തിൽ 4-5 മാസം അല്ലേ അച്ഛാ. അവർക്ക് മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾ ഈ കൃഷ്ണകിരീടം എന്ന് പറയുന്ന ചെടി കേട്ടിട്ടുണ്ടോ? ചില മാസത്തെ 6 മാസത്തെ ചെടി എന്നൊക്കെ പറയും. അതിന്റെ പ്രത്യേകത അറിയോ? ഓണത്തിന് തൊട്ട് മുമ്പ് ഉണ്ടായാലേ ഒരു ഡിസംബർ വരെ വിടർന്നങ്ങ് നിൽക്കും, പിന്നെ ഒരു കൊഴിച്ചില, 6 മാസത്തേക്ക് ഒരനക്കവും കാണില്ല. സെയിം സൈക്കിൾ എനിക്കും. തിരിച്ചായിരുന്നെങ്കിൽ നമ്മുടെ ഓണം എന്ന് കട്ടപ്പോക അല്ലേ അച്ഛാ. അങ്ങോട്ട് മുഖം പാടുന്നുണ്ട്. വിക്രമിനും മാഷിനും ഒന്നും മനസ്സിലായില്ല. ദാ അപ്പൊ കടലക്കറി കൂട്ടി നിങ്ങൾ ഉപ്പുമാവ് കഴിക്കും, എനിക്ക് കുറച്ച പണിയുണ്ടെന്ന് പറഞ്ഞ ആത്മജ അവിടെ നിന്ന് പോകും. മാഷ് പറയും സത്യം പറഞ്ഞ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, മോളെന്താ പറഞ്ഞിട്ട് പോയത്? ഹൗസ് ഓണർ പറയും ഒന്നുമില്ല മാഷെ, അവളൊരു പൊട്ടിപ്പെണ്ണ, അങ്ങനെ കണ്ടാ മതി, സാധനങ്ങൾ അകത്തേക്ക് വെച്ചോളൂ, ഞാന് ഈ കഥക്ക് ചാരാം എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകും. മാഷു വിക്രമിനോട് വയ്ക്കും നിനക്ക് ആ കുട്ടി പറഞ്ഞത് മനസ്സിലായോ? വിക്രം പറയും ഞാനും ആ കുട്ടിയെ എപ്പോഴല്ലേ കാണുന്നത്. മാഷു പറയും ഒരു സാധാരണ കുട്ടിയുടെ സംസാരം പോലെയല്ല തോന്നിയത്. വിക്രം പറയും അതെന്തേലും ആവട്ടെ, അച്ഛനോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മേലാൽ ഈ വാക്കറും കുത്തിപ്പിടിച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണ്ട കേട്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. മാഷി ചിരിച്ചിട്ട് പറയും ഇതിപ്പോ എന്റെ ഒരു ശരീരം പോലെ ആയി, ഇത് വെച്ച് നടക്കുമ്പോ പണ്ടത്തെക്കാളും ആരോഗ്യമുള്ള പോലെ തോന്നുന്നത്, മതി മതി വാ എന്ന് പറഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്ത് അവരകത്തേക്ക് പോവാ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ റൂമിലിരുന്ന് എന്തോ സങ്കടത്തിൽ ആലോചിക്കുക. ശേഷം അടുക്കളയ്ക്ക് ചെല്ലും. അവിടത്തെ സെർവന്റിനെ മാറ്റിയിട്ട് അമ്മയോട് പേഴ്സണലായിട്ട് സംസാരിക്കണം എന്ന് പറയൂട്ടോ. എന്താ മോളെ? വേദ പറയും നാളെ ഞാൻ മോളെ കൂട്ടി ഒരു സ്ഥലം വരെ പോവാണ്. എങ്ങോട്ട്? വേദ പറയും അതിപ്പോ പറയാൻ പറ്റില്ല. എന്ന് വെച്ചാ? വേദ പറയും പേടിക്കണ്ട, കുഞ്ഞിനെ കൊണ്ട് ഓടിപ്പോകുന്നില്ല. നീ എന്തൊക്കെയാ മോളെ സംസാരിക്കുന്നത്? വേദ പറയും ഇന്നലെ അമ്മയുടെ സംസാരവും അങ്ങനെ ആയിരുന്നല്ലോ. സേതുലക്ഷ്മിക്കും ഞാൻ എന്ത് പറഞ്ഞെന്നാ? അമ്മയൊന്നും പറഞ്ഞില്ല, പറയേണ്ടത് എന്താണെന്ന് വെച്ചാ വ്യക്തമായി എന്നെ അറിയിച്ചു. അമ്മ പറയും നീ എന്തൊക്കെയോ ആലോചിച്ച് മനസ്സ് പുണ്ണാക്ക. വേദ പറയും അല്ലമ്മേ, ഞാൻ വ്യക്തമായി ആലോചിച്ച് തന്നെയാ പറയുന്നത്. അമ്മ ഇന്നലെ പറഞ്ഞത് രാത്രി മുഴുവൻ കിടന്ന് ഞാൻ ആലോചിച്ചു. രേഖകൾ പ്രകാരം എനിക്ക് എന്റെ മോളുടെ പേരില് ഒരു അവകാശവും ഇല്ല. സ്വന്തം കുഞ്ഞിന്റെ വളർത്തമ്മയായി ജീവിക്കേണ്ടി വന്നവളാണ് ഞാൻ. അപ്പൊ സേതുലക്ഷ്മി പറയും അത് നിന്റെ ഉള്ളിലെ കോംപ്ലക്സാ, ഗൗരിയുടെ മനസ്സിൽ അത് അങ്ങനെയല്ല. വേദ പറയും അവൾ ഇപ്പോഴാ ചെറിയ കുട്ടി, 4-5 വർഷം കഴിഞ്ഞ ഔദ്യോഗിക രേഖകൾ എന്തെന്ന് വെച്ചാ എന്താണെന്നും അച്ഛന്റെയും അമ്മയുടെയും കുളത്തിൽ താൻ പൂരിപ്പിക്കുന്നത് ആരുടെയൊക്കെ പേരുകളാണ് എന്ന് അവൾക്ക് മനസ്സിലാകും. സേതുലക്ഷ്മി പറയും ആ സമയത്ത് അവളോട് വ്യക്തമായി സംസാരിക്കാന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. വേദ പറയും ആ സമയത്ത് തരുൺ എങ്ങനെ പ്രതികരിക്കുന്നുള്ളതില് അമ്മയ്ക്ക് വേവലാതി ഉണ്ടാവില്ലെന്നാണോ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തരുൺ ഉൾക്കൊള്ളുന്ന അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? അമ്മ പറയും നീ ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചാ തൽക്കാലം ഒരു വിഷയമില്ലാതെ പോകുന്നതല്ലേ നല്ലത് എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, പ്രത്യേകിച്ചും അവള് കുഞ്ഞല്ലേ മോളെ. വേദ പറയും അതെ, ആ കുഞ്ഞിന്റെ കാര്യത്തിൽ അമ്മ എന്നുള്ള നില എനിക്കും അവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാ കുഞ്ഞിനെ കൂട്ടി ഞാൻ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞത്. സേതുലക്ഷ്മി അറിയും അതിനായിട്ട് ഞാനൊരു എതിർപ്പും പറഞ്ഞിട്ടില്ലല്ലോ കുട്ടി, സാധാരണ നീ മോളുമായി പോവാറുള്ളതല്ലേ, പക്ഷെ ഇന്നത് എടുത്തു പറഞ്ഞപ്പോ എങ്ങോട്ടാണെന്ന് ചോദിച്ചു എന്ന് മാത്രം. അവൻ ചോദിക്കുമ്പോ ഞാൻ എന്താ പറയാ? വേദ പറയും അറിയില്ലെന്നങ്ങ് പറഞ്ഞാ മതി എന്ന് പറഞ്ഞ് വേദ അവിടുന്ന് പോകും. വേദ മോളെ കൂട്ടി വിക്രത്തിന്റെ വീട്ടിലേക്ക് വന്നിരിക്കട്ടോ, പഴയ വീട്ടിലേക്ക്. അങ്ങോട്ട് വന്ന് കയറുമ്പോ തന്നെ അവിടെ മൊത്തം മാറിയിട്ടുണ്ട്. വേദ ആദ്യമായിട്ട് അങ്ങോട്ട് വരുമ്പോ അവിടെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അത് ആലോചിക്കും. ഇപ്പോ ആ പഴയ വീടൊക്കെ പൊളിച്ചപ്പോ വേറൊരു വീടാട്ടോ. അങ്ങനെ കുട്ടിയുമായിട്ട് വീടിന്റെ ഗേറ്റ് കടന്ന് കയറുമ്പോ മോള് പറയും ഹായ് ഇതാരെ വീടാ? അപ്പൊ വേദ പറയും അറിയില്ല,
ഇവിടെ കുറെ കാലം മുമ്പേ വേറൊരു വീടുണ്ടായിരുന്നു. അമ്മയുടെ വീടാണോ? വേദ പറയും അതെ, അതും അമ്മയുടെ വീടായിരുന്നു. പോവാം എന്ന് പറഞ്ഞു അവരവിടെ നിന്ന് ഇറങ്ങൂട്ടോ. അങ്ങനെ കാറിൽ പോകുമ്പോ കുട്ടി വയ്ക്കും, ആ വീട് എവിടെ പോയി അമ്മേ? വേദ പറയും, ആ വീട് മാത്രല്ല, ആ വീട്ടിലുള്ളവരും പോയി. വേദ പറയും, അറിയില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഗൗരി മോൾക്ക് എല്ലാരെയും കാണാമായിരുന്നല്ലോ. വേദ വയ്ക്കും, മോൾക്ക് കാണണോ? അങ്ങനെ വേദ ഫോണിന്നേ ആ വീടിന്റെ ഒരു പഴയ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കാട്ടോ. എന്ത് രസാ കാണാൻ ഈ വീട് എന്നൊക്കെ പറഞ്ഞ് അവര് വണ്ടിയിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് തരുൺ നല്ല ദേഷ്യത്തിലാട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാതെ അമ്മ എന്തിനാ അവളെ പറഞ്ഞയച്ചത്? എടാ, അവൾ ഇപ്പൊ വരുന്നു പറഞ്ഞാ പോയത്. തരുൺ ചോദിക്കും, എന്നിട്ട് എവിടെ? മണി 6 കഴിഞ്ഞു. ഇനി എന്റെ കുട്ടീനെ കണ്ടുപിടിക്കാൻ ഞാൻ പോലീസ് ഫോഴ്സിനെ അറിയിക്കണോ? കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചതെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അമ്മ പറയും, കുഞ്ഞിന്റെ കാര്യത്തിൽ വേദയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടാവില്ലേ തരുൺ? തരുൺ പറയും, എന്ത് ഉത്തരവാദിത്വം? എന്തെങ്കിലും സംഭവിച്ച അവൾക്ക് എന്താ നഷ്ടം? കുഞ്ഞിനെ നോക്കാൻ വന്ന് കുടുംബത്തിന്റെ ഭാഗമായ ഒരാൾ, അതിനപ്പുറം അവളും എന്റെ മോളും തമ്മിൽ എന്താ ബന്ധം? അമ്മ പറ. അതിൽ കൂടുതൽ എന്ത് ഉത്തരവാദിത്തം ഉണ്ടാവേണ്ടത്? പുറത്തേക്ക് കുഞ്ഞുമായി പോവണ്ടെന്ന് അമ്മയ്ക്ക് പറയായിരുന്നില്ലേ? അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ വേദയുടെ കാർ അങ്ങോട്ട് വരും. ഇത് തോട്ടത്തിൽ നിന്ന് കാണുന്ന അവരുടെ സെർവന്റ് ഓടി വന്ന് വേദ വന്നിട്ടുണ്ടെന്ന് പറയാ. തരുൺ ദേഷ്യത്തിൽ പോകാൻ തുടങ്ങുമ്പോ തന്നെ സേതുലക്ഷ്മി പറയും, തരുൺ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് ആവരുത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു മുഷിയുന്നത് കുഞ്ഞ് കേൾക്കരുത്. അതിൽ എനിക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ തരുൺ അത് കേട്ടിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. വേദ കാറിന്റെ പേയ്മെന്റ് ഒക്കെ നടത്തിയിട്ട് ഇങ്ങോട്ട് വരിക. അച്ഛാ എന്ന് വിളിച്ച് മോള് ഓടി വരും. തരുൺ ചോദിക്കും, എങ്ങോട്ടാ പോയത്? ഗൗരിമോള് പറയും, അമ്മ എന്നെ ഒരുപാട് സ്ഥലം കാണിച്ചു തന്നു. തരുൺ പറയും, പുറത്തൊക്കെ പോയതല്ലേ, മോള് പോയി കുളിച്ചിട്ട് വാ. അമ്മയ്ക്ക് കൊടുക്കും. വാ മോളെ എന്ന് വിളിച്ച് സേതുലക്ഷ്മി കുട്ടിയെ കൂട്ടി അവിടെ നിന്ന് പോകും. വേദ അകത്ത് പോകാൻ തുടങ്ങുമ്പോ തരുൺ വിളിക്കും, വേദ ഇതിനി ആവർത്തിക്കരുത്. വേദ ദേഷ്യത്തിൽ നോക്കുമ്പോ തരുൺ പറയും, പറഞ്ഞത് മനസ്സിലായില്ലേ? വേദ പറയും, ഇല്ല. തരുൺ പറയും, കുഞ്ഞിനെ കൂട്ടി ഇനി തനിച്ച് പുറത്തു പോവരുത്. വേദയ്ക്കും കാരണം. തരുൺ പറയും, എനിക്കത് ഇഷ്ടമല്ല, അത്ര തന്നെ. വേദ പറയും, അവളെ കൂട്ടി ഞാനല്ലേ പോയത്, വേറെ ആരും അല്ലല്ലോ. തരുൺ ചോദിക്കും, അങ്ങനെ ചോദിക്കാതെയും പറയാതെയും കൊണ്ടുപോകാൻ വേദയ്ക്ക് എന്താ അധികാരം? അവൾ എന്റെ കൂടെ കുഞ്ഞല്ലേ? തരുൺ പറയും, അല്ല. വേദ അങ്ങ് ഷോക്കാവട്ടോ. തരുൺ പറയും, ഗൗരി എന്റെ കുഞ്ഞാ, അവളെ നോക്കാൻ ഒരു സമയത്ത് വന്ന ആള് മാത്രമാണ് വേദ. നാവ് വഴങ്ങി വന്നപ്പോ അമ്മാന്ന് വിളിച്ച് ശീലിച്ചത് ഞാനായിട്ട് മുടക്കിയില്ല എന്ന് മാത്രം. അതിനർത്ഥം പ്രസവിച്ച അമ്മയുടെ എല്ലാ അവകാശം ഉണ്ടെന്നല്ല. ഏത് നിമിഷവും എന്തും നടക്കാന്നുള്ള അവസ്ഥയിലാ. നീയും കൂടെ പോയി റെഡി നടത്തിയതിന്റെ ബാക്കിയായിട്ടാണ് അന്ന് ആ ആക്രമണം ഉണ്ടായത്. അവളുടെ ജീവൻ വെച്ചുള്ള ഒരു കളിക്ക് ഞാൻ തയ്യാറാവില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വേദ പറയും, അവളുടെ ജീവൻ വെച്ചൊരു കളിക്ക് ഞാൻ തയ്യാറാവുന്നു തോന്നുന്നുണ്ടോ തരുണേ? അവളുടെ മനസ്സൊന്നും ഇങ്ങിയാ അതെനിക്ക് മനസ്സിലാകും. അതെന്താണെന്നറിയോ നിങ്ങൾക്ക് എന്ന് വിരൽ ചൂണ്ടി ചോദിച്ച് നിൽക്കുമ്പോഴേക്കും മോളെ എന്ന് വിളിച്ച് സേതുലക്ഷ്മി അങ്ങോട്ട് വരും. ഗൗരി മോൾ ഇപ്പൊ കുളിപ്പിച്ച് കൊണ്ടുവരും. ഇതുവരെ കാണാത്തതൊന്നും അവൾ ഇനി കാണരുത് പ്ലീസ് എന്ന് പറയുമ്പോൾ തരുണൊന്നും മിണ്ടുന്നില്ല. വേദാത്തേക്ക് കയറിപ്പോ. തരുണിനോട് പറയും, കുഞ്ഞ് നിന്റെ ആയിരിക്കാം, പക്ഷെ അവളുടെ മാറത്ത് കിടന്ന അവള് വളർന്നത്. അവളുടെ ചൂടേറ്റ ഒരമ്മ കൂടെ വേണ്ട കാലത്തോളം ഗൗരിമോൾ ജീവിച്ചത്. ഇനിയിപ്പൊ അവളെ ഒറ്റയ്ക്ക് വളർത്താന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടാവാം, പക്ഷെ അത് ചെയ്യേണ്ടത് നന്ദികേട് കാണിച്ചുകൊണ്ടല്ല. എല്ലാത്തിനും ദൈവം ഒരാൾ സാക്ഷിയുണ്ട്, അത് ഓർത്തോ മോനെ എന്ന് പറഞ്ഞ് സേതുലക്ഷ്മി അവിടുന്ന് പോകും. തരുൺ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടിയില് ആ ഒരു വിഷമത്തിലിരിക്കാട്ടോ. ഇതേ സമയം വേദ അകത്ത് റൂമിൽ ചെന്ന് ഇങ്ങനെ കരയാ. സേതുലക്ഷ്മി വേദയുടെ അടുത്തേക്ക് ചെന്നിട്ട്, വേദ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുള്ളത് കൊണ്ടാ മോളെ ഞാൻ ആദ്യമേ വിലക്കിയത്. എനിക്ക് നിന്റെ വിഷമം മനസ്സിലാവും മോളെ, പക്ഷെ അവന്റെ ഭാഗത്തുനിന്ന് ആലോചിച്ച് നോക്കിക്കേ. വേദ പറയും, അപ്പൊ എന്റെ ഭാഗത്തുനിന്ന് ആലോചിക്കേണ്ട അമ്മേ? മക്കൾക്കൊന്നും സംഭവിക്കാതിരിക്കണേ ഭഗവാനെ എന്ന പ്രാർത്ഥനയല്ലാതെ അമ്മമാരുടെ ഭാഗത്തുനിന്ന് എന്ത് പ്രാർത്ഥനയാ വേണ്ടത് വേദമോളെ? അവനെ ഒച്ച വെക്കുന്നതും ബഹളം വെക്കുന്നതും നിന്റെ കുഞ്ഞിന്റെ ജീവന് വേണ്ടിയാണെന്ന് ആലോചിച്ചാൽ തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഈ ദേഷ്യവും വഴക്കും എല്ലാം നിയന്ത്രണം വിട്ട് നീ ഇന്ന് എന്താ പറയാൻ വന്നതെന്ന് അമ്മയ്ക്കറിയാം. പക്ഷെ അതുപോലും ബാധിക്കാൻ പോകുന്നത് നിന്റെ കുഞ്ഞിനെയാണെന്ന് നിനക്ക് ഓർമ്മ വേണം. നീ എല്ലാം വിളിച്ചു പറഞ്ഞ അവൻ തകരുമായിരിക്കും. ഒരിക്കലും ശരിയാക്കി എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവന്റെ മനസ്സ് കലങ്ങി പോവുമായിരിക്കും. അത് സഹിക്കാൻ ഞാൻ തയ്യാറാ, അതെന്റെ വിധി ആയിരിക്കാം. പക്ഷേ അതിനോടൊപ്പം ഗൗരിമോളുടെ ജീവിതം കൂടെ കലങ്ങിപ്പോകും. അത് സഹിക്കാൻ നിനക്ക് കഴിയുമോ? എല്ലാം മറച്ചു വെച്ച് സ്വന്തം കാലിൽ നിൽക്കാറായപ്പോ നീ അവനെ ചതിച്ചു എന്നൊന്നും ഈ അമ്മ കുറ്റപ്പെടുത്താൻ പോകുന്നില്ല. പക്ഷേ ഇത്ര നാളും കൂടെ കാത്ത നിനക്ക് കുറച്ചുകൂടെ കാത്തൂടെ മോളെ? നമ്മുടെ ഗൗരിക്കുഞ്ഞിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നവരെങ്കിലും. വേദ പൊട്ടിക്കരയുമ്പോ അമ്മ ചേർത്ത് പിടിച്ചിട്ട് പറയും, ഈ വീട്ടിൽ വെച്ച് ഇനി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ നോക്കണം. ഗൗരിമോളുടെ പ്രായം അറിയാലോ, എന്താ എങ്ങനെയാന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നത് ഈ കാലയളവിലാണ്. ശ്രദ്ധിക്കണം മോളെ, ഇത്രയും കാലം കൊണ്ടു നടന്നത് ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കരുത്. പിന്നെ അറിയാലോ, ഷീലയ്ക്ക് മലയാളം കേട്ടാൽ മനസ്സിലാക്കും. സംസാരിക്കുമ്പോ അതും മനസ്സിലുണ്ടാവണം. വേദ മോളും ശരിയെന്ന് പറഞ്ഞ സേതുലക്ഷ്മി അവിടുന്ന് പോകും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് തരുൺ വിക്രമിന്റെ ആ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് വന്നിരിക്കാട്ടോ. അങ്ങേർക്ക് മനസ്സിലായിട്ടില്ല
തരുൺ പറയും അച്ഛന്റെ പേര് പറഞ്ഞാൽ മനസ്സിലാകും. അങ്ങനെ അച്ഛന്റെ പേരൊക്കെ പറയുമ്പോ മനസ്സിലാവട്ടോ. തരുൺ സാറല്ലേ? സോറി സാർ, കണ്ടിട്ട് മനസ്സിലായില്ല. അകത്തേക്ക് വരൂ സാർ, അകത്തിരിക്കാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാം. ആൻഡ്രൂസ് പറയും ലിസാമ്മ ഇവിടെ ഇല്ല, ഞാൻ ചായ എടുക്കാം. തരുൺ പറയും അതൊന്നും വേണ്ട, ഞാനൊരു ആവശ്യത്തിന് വന്നതാ. ചേട്ടനല്ലാതെ അതിന് പറ്റിയൊരാളില്ലെന്ന് തോന്നി. ഈ സാറ് ഡൽഹിയിലായിരുന്നില്ലേ? ആ, ഇപ്പൊ ഇവിടെയാ. ഇവിടെ അടുത്താ. ഇവിടെ എവിടെ? തരുൺ പറയും കന്യാകുമാരിക്ക് അടുത്ത്. അമ്മയും മോളും ഇവിടെ നാട്ടിലെ വീട്ടിലുണ്ട്. എനിക്കും വൈഫിനും ആഴ്ചയിൽ ഒരിക്കലേ വരാൻ പറ്റൂ. ഇപ്പൊ മോളെ നോക്കാൻ ആളില്ല. അതിനാണോ സാർ ഇത്രയും തിരക്ക് പിടിച്ചു വന്നത്? എത്രയോ ഏജൻസികളില്ലേ, ഫോൺ ചെയ്തു കഴിഞ്ഞാൽ അവരാളെത്തിക്കില്ലേ? തരുൺ പറയും അതെ, പക്ഷേ എനിക്ക് അങ്ങനെ ഒരാളല്ല ആവശ്യം. തരുൺ എന്നിട്ട് അന്ന് സംഭവിച്ച ആ ആക്സിഡന്റിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ആൻഡ്രൂ സാറിന്റെ അടുത്ത് പറയാം. മോളുടെ ഒപ്പം ഏത് സമയത്തും ഉണ്ടാവുന്ന ഒരാള്, അവള് സ്കൂളിൽ പോകുമ്പോഴും പുറത്തു പോകുമ്പോഴൊക്കെ ബോഡി ഗാർഡിനെ പോലെ കൂടെ നിർത്താൻ പറ്റുന്ന ഒരാള്, അങ്ങനെ ഒരാളെ കണ്ടെത്താൻ ഏറ്റവും കറക്റ്റ് ആയ ഒരാളെ ആൻഡ്രൂ സേട്ടനാണെന്ന് തോന്നുന്നു. ആൻഡ്രൂ സാർ പറയും അതിപ്പോ അങ്ങനെ ഒരാളെന്ന് പറയുമ്പോ തരുൺ പറയും ആൻഡ്രൂ സേട്ടനെ ഒന്ന് ആലോചിക്കേ, പറ്റുന്ന ആളെ കിട്ടിയാ അറിയിക്കണം, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. എന്നാ ഞാൻ വരട്ടെ. ചായ കുടിക്കാന്ന് പറയുമ്പോ അതിനൊക്കെ സമയമുണ്ട്, എല്ലാ വീക്കെൻഡിലും ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ തരുൺ അവിടെ നിന്ന് ഇറങ്ങാ. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവസാനം അത് വിക്രമിന്റെ അടുത്ത് എത്താട്ടോ. അതായത് ആൻഡ്രൂ സാറ് വിക്രമുമായിട്ട് പുറത്തുനിന്ന് സംസാരിക്കുക. ഇത് കേൾക്കുന്ന വിക്രം പറയും ആൻഡ്രൂ സാർ ഇതെന്താ പറയുന്നത്? ഈ പണിയൊന്നും എനിക്ക് ശരിയാവില്ല. ബേബി സിറ്ററെ. അപ്പോ ആൻഡ്രൂ സാർ പറയും ഇതങ്ങനെ ഒരു ബേബി സിറ്ററുടെ പണിയല്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഏജൻസി വിളിച്ച് ഏതെങ്കിലും സ്ത്രീകളെ ഏർപ്പെടാക്കിയ പോരെ? എന്നെ അന്വേഷിച്ച് ഇവിടം വരെ വരണോ? അവർക്ക് വേണ്ടത് ആ കുട്ടിക്ക് ഒരു ബോഡി ഗാർഡിനെയാണ്. ഈ തരുണയ്യർ എന്ന് പറയുന്ന ആള് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്. അവരുടെ ഭാര്യ അതെ. അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവുന്ന ശത്രുക്കളെ കുറിച്ച് അറിയാലോ. ശത്രുത ഇപ്പോ കുട്ടിക്ക് നേരെയും തിരിഞ്ഞു തുടങ്ങി. അതിൽ നിന്ന് അവളെ രക്ഷിക്കാൻ ഒരാള് വേണം. വിക്രം പറയും ഒരർത്ഥത്തിൽ അവർക്കും വേണ്ടത് ഒരു ഗുണ്ടയാണല്ലേ? ഏയ്, അങ്ങനെ നീ കാണണ്ട. അങ്ങനെ ഒരു പണിയാണെന്ന് തോന്നിയാ ഞാൻ നിന്നെ പറഞ്ഞു വിടോ? എനിക്ക് നോ പറയാൻ പറ്റാത്തൊരു ഫാമിലിയാ. നീ വാ, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് അവർ ആ കൊടക്കീഴില് നടന്നുകൊണ്ട് സംസാരിക്കാം. അങ്ങനെ എല്ലാം വിശദീകരിച്ചു കഴിയുമ്പോ വിക്രം പറയും സാറ് പറയുന്നത് എനിക്ക് മനസ്സിലായി, പക്ഷേ ആൻഡ്രൂ സാർ പറയും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരെ തിരിച്ചു പണി കിട്ടാൻ സാധ്യതയുള്ള ആളാണ് തരുൺ സാർ. അങ്ങനെയുള്ള ആൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് തന്നെ പോലെ ഒരാള്. മാത്രമല്ല ഇതൊരു തുടക്കമാണെങ്കിലോ നിന്റെ കഴിവും വിദ്യാഭ്യാസ യോഗ്യതയും അറിയുമ്പോ മറ്റൊരു വാതിൽ തുറന്നു തരാൻ തരുൺ സാറിനെ കൊണ്ട് പറ്റിയാലോ? നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം അറിയാലോ, അവരെപ്പോഴും ഒരു ജയിൽ പുള്ളി എന്നുള്ള ലേബലിൽ നിന്നെ കാണും. അത് മാറിയെടുക്കാൻ കുറച്ചുനാൾ എടുക്കും, അല്ലെങ്കിൽ പുറത്തേക്ക് എങ്ങാനും പോണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛനെ വിട്ട് മാറി നിൽക്കാൻ നിനക്ക് പറ്റുമോ? വിക്രം പറയും അത് ആലോചിക്കാനേ പറ്റില്ല. ആൻഡ്രൂ സാർ പറയും അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ആദ്യം നീ മുടിയും താടിയും വെട്ടി ഒന്ന് കോലത്തിലാവ്, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യും. ഒന്നില്ലെങ്കിലും ഒരു കുട്ടിയുടെ കൂടെ അല്ലേടാ, അത് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യല്ലേ? ഓക്കെ, മറ്റു കാര്യങ്ങൾ ഞാൻ വിളിച്ചറിയിക്കാം. വിക്രം താല്പര്യമില്ലാതെ സമ്മതം മൂളിയിരിക്കാം. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മാഷും മാഷിന്റെ അയൽവാസിയും കൂടെ ഓരോന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങാട്ടോ. അപ്പോഴായിരിക്കും വിക്രം അങ്ങോട്ട് വരുന്നത്. എന്തായി പോയ കാര്യം? ആൻഡ്രൂ സാർ എന്തു പറഞ്ഞു? അപ്പൊ വിക്രം പറയും ഒരു ജോലി ശരിയായിട്ടുണ്ട്, ഹൗസ് ഓണർക്ക് സന്തോഷമുള്ള വാർത്തയാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് എത്തും. എവിടെയാ? മാഷു ചോദിക്കും. വിക്രം പറയും ഒരു വീട്ടിലാ. എന്ന് വെച്ചാ? വിക്രം പറയും ഒരു ബോഡി ഗാർഡിന്റെയാ. വ്യക്തമായിട്ട് പറ വിക്രം. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ 5 വയസ്സുള്ള കുട്ടിയുടെ ബോഡി ഗാർഡ് ആയാന്നൊക്കെ പറയില്ലേ, ഒരു തരത്തിൽ അത് തന്നെ. ഈ പണിക്കാണോ ആൻഡ്രൂ സാർ നിന്നെ വിളിപ്പിച്ചത്? ഹൗസ് ഓണർ പറയും ജയിലിൽ വെച്ച് മാസ്റ്റർ ഡിഗ്രി ഒക്കെ എടുത്തതല്ലേ, വേറെ എന്തൊക്കെ ജോലിക്ക് ട്രൈ ചെയ്യാം? ഇത്രയും കാലം ജയിലിൽ കഴിഞ്ഞ ഒരു പേരുള്ളതുകൊണ്ട് എവിടെ ചെന്നാലും ജോലി കിട്ടാൻ പാടാ. അത് എത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോവില്ല. കൊള്ളാവുന്ന സ്ഥലത്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് ഉണ്ട്. മയക്കുമരുന്ന് കയ്യിൽ വെച്ചതിനും ആളെ കൊന്നതിനും ജയിലിൽ പോയ ഒരാളെ ആ പേര് അത്ര പെട്ടെന്നൊന്നും പോവില്ലല്ലോ. അപ്പോ മാഷ് പറയും രണ്ടിലും നീ നിരപരാധിയായിരുന്നല്ലോ, കുറ്റക്കാരനായി എന്നുള്ളതാ വാർത്ത. കുറ്റവിമുക്തൻ നമ്മുടെ നാട്ടിലൊരു വാർത്തയല്ല അച്ഛാ, ഏത് കേസാണെങ്കിലും. അപ്പോ ഓണർ വയ്ക്കും വിക്രം എന്ത് തീരുമാനിച്ചു? ഞാനത് ചെയ്യാന്ന് സമ്മതിച്ചു അരവിന്ദേട്ടാ. എന്താ വിക്രം നീ പറയുന്നത്? മാഷ് ചോദിക്കുമ്പോ വിക്രം പറയും ഡൽഹിയിലെ വലിയ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഈ കുട്ടിയുടെ അച്ഛൻ. ട്രാൻസ്ഫർ ആയിട്ട് ഇപ്പൊ വന്നതാ. വൈഫ് സബ് കളക്ടർ. ആൻഡ്രൂ സാറിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ഈ സാറിന്റെ അച്ഛൻ. പുള്ളിക്കാരൻ മരിച്ചുപോയി. ആൻഡ്രൂ സാറിന് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ്രൂ സാറിനെ നോ പറയാൻ പറ്റാത്ത ഫാമിലിയാ. അച്ഛനറിയാലോ, സാറ് പറഞ്ഞാ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ഈ കുഞ്ഞിന്റെ അച്ഛൻ DYSPയാ. ആൾക്ക് കുറച്ച് ശത്രുക്കളും ഉണ്ട്. കുട്ടിയുടെ സുരക്ഷിത ഉറപ്പാക്കാൻ മുഴുവൻ സമയവും കാവല. മാഷു പറയും അത് അപകടമല്ലേ, വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങുന്നത് പോലെ ആവില്ലേ? വിക്രം പറയും പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഇവിടെ പോലീസിന്റെ പിന്തുണയുണ്ട്. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുന്നതും സാധ്യതയാണല്ലോ. മാഷു പറയും എന്നാലും എനിക്കെന്തോ. അരവിന്ദേട്ടൻ പറയും എന്തായാലും പോയി നോക്കട്ടെ, താല്പര്യമില്ലെങ്കിൽ ഉപേക്ഷിക്കാലോ. മോൻ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കുന്നത് നല്ലതാ. ഒരുപക്ഷെ നല്ലൊരു ജോലി കിട്ടാൻ ഇത് സഹായിച്ചെങ്കിലോ? വിക്രം പറയും ഞാനും അതാ കരുതുന്നത്. പിന്നുള്ളത് എന്നും വരാൻ പറ്റില്ല, അതാ പ്രശ്നം. മാഷോയ്ക്കും അതെന്താ? ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വീക്കെൻഡിലേ വരുള്ളൂ. വെള്ളിയാഴ്ച സ്കൂള് വിട്ട്
എത്തിയാ എനിക്ക് ഇങ്ങോട്ട് പോരാം. പിന്നെ തിങ്കളാഴ്ച സ്കൂളിൽ നിന്ന് തിരിച്ചു പോരാൻ നേരത്തെ ഞാൻ എത്തണം. ആദ്യത്തെ കുറച്ചു ദിവസം അങ്ങനെയാ പറഞ്ഞത്. മാഷ് പറയും അപ്പൊ ഞാനിവിടെ. അരവിന്ദേട്ടൻ പറയും ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ മാഷെ, നമുക്ക് 2 വയസ്സന്മാർക്കും രസമായിട്ട് കൂടാന്നേ. വിക്രമിന് ചിലപ്പോ ഭാഗ്യം വരാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴേക്കും ആമി അങ്ങോട്ട് വരും. ഞങ്ങളെ രണ്ടാളെയും നോക്കാൻ ആമി ഉണ്ടല്ലോ, അതുപോരെ. ആമിയ്ക്കും എന്താ 3 പേരും കൂടെ വലിയ ഡിസ്കഷനിലാണല്ലോ. വിക്രമിനൊരു ജോലി കിട്ടി, അതേക്കുറിച്ച് സംസാരിക്കായിരുന്നു. ആമി കൺഗ്രാറ്റ്സ് ഒക്കെ പറയും. എവിടെയാ? വിക്രം പറയും അത് പല പല സ്ഥലങ്ങളിലായിട്ടാ. ചിലപ്പോ വീട്ടില്, പാർക്കില്, സ്കൂളില്, മാളില്, അങ്ങനെ പല സ്ഥലത്താ. മാഷിന് ഇത് ഇഷ്ടായിരുന്നില്ല കേട്ടോ. ആമി പറയും അത് നന്നായി, അപ്പൊ ബോറടിക്കില്ല. ഞാൻ ചായ എടുക്കാന്ന് പറഞ്ഞ അവിടുന്ന് പോകും. മാഷിന്റെ മുഖം കാണുമ്പോ അരവിന്ദേട്ടൻ പറയും മാഷ് എന്താ വല്ലാതിരിക്കുന്നേ. വിക്രം മാഷിനെ ചേർത്ത് പിടിച്ചിട്ട് പറയും ആൻഡ്രൂ സാറേ, ഒരു കാര്യം പറഞ്ഞ നോ പറയാൻ പറ്റില്ല അച്ഛാ. മാഷു പറയും എല്ലാ കാലത്തും നിനക്ക് മേൽ അധികാരം സ്ഥാപിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരിക്കൽ ശ്രീകാര്യം ശ്രീനിവാസൻ. ഇപ്പം വിക്രം പറയും ശ്രീനി സാറിന്റെ വഴിയല്ല ആൻഡ്രൂ സാറിന്റേത്. ഇതിന്റെ പേരിൽ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. മാഷു പറയും ആ കുട്ടിയെ നോക്കാൻ നടക്കുന്നതിനിടയിൽ നിനക്ക് എന്തെങ്കിലും പറ്റിയ അയാളുടെ ശത്രുക്കൾ നിന്നെ എന്തെങ്കിലും ചെയ്താ? വിക്രം പറയും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഉറപ്പ് എന്ന് പറഞ്ഞ മാഷ് ചേർത്ത് പിടിക്കണേ. മാഷിങ്ങനെ സന്തോഷമുണ്ട് എങ്കിലും വല്ലാത്തൊരു സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നിടത്താട്ടോ ഈ പാർട്ട് കഴിയുന്നത്. അങ്ങനെ സ്വന്തം കുഞ്ഞിനെയാണ് നോക്കാൻ പോകുന്നതെന്ന് അറിയാതെ ബോഡി ഗാർഡായി പോകാൻ ഒരുങ്ങുന്ന അച്ഛനായ വിക്രമാട്ടോ നെക്സ്റ്റ് ഭാഗത്തിൽ വരാൻ പോകുന്നത്. പിന്നെ സ്കൂളിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി വേദയെ ടീച്ചർ വിളിക്കാട്ടോ. ഈ സമയം ഗൗരി മോള് വിക്രമിൻ്റെ അതേ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഏതൊരു പ്രശ്നത്തിലേക്കും പോയി ഇടപെടുന്നുണ്ട്. ആ കുട്ടികളെ അടിച്ചൊതുക്കുക കേട്ടോ പതിവ്. ഇതൊക്കെ കേൾക്കുമ്പോൾ വേദ ഷോക്കാവുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഭാഗത്തിനെ കേട്ട് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്